Good morning. Okay, first class ഞാനാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റൂൾ ഓഫ് ഡയറ്റീഷ്യൻ ആണ് പറഞ്ഞത്. അതിൽ 3 നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. ഇൻപേഷ്യന്റ് കാറ്ററിംഗ് പറഞ്ഞു, സെക്കൻഡ് ഡയറ്റ് കൗൺസിലിംഗ്, തേർഡ് കൊമേഴ്ഷ്യൽ കാറ്ററിംഗ്. 3 നമ്മൾ ഓൾറെഡി പറഞ്ഞു. റോൾ ഓഫ് ഡയറ്റീഷ്യൻ ഇൻപേഷ്യന്റ് കാറ്ററിംഗിൽ എന്തായിരുന്നു പറഞ്ഞത്? ഡീൽസ് വിത്ത് ദ provision of meals to the patient who are admitted in the hospital. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്ന പേഷ്യൻസിന് മീൽസ് പ്രൊവൈഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗിൽ പറയുന്നത്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് ഭക്ഷണങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്, ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കും അത് പ്രൊവൈഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗിൽ വരുന്നത്. സെക്കൻഡ് ഡയറ്റ് കൗൺസിലിംഗ്. ഡയറ്റ് കൗൺസിലിംഗ് ക്യാൻ ബി ഗിവൺ ആസ് ഔട്ട് പേഷ്യന്റ് ഡയറ്റ് ക്ലിനിക്. ഔട്ട് പേഷ്യന്റ് ഡയറ്റ് ക്ലിനിക്കുകളിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഡയറ്റ് കൗൺസിലിംഗ്. പിന്നെ തേർഡ് നമ്മൾ പറഞ്ഞത് കൊമേഴ്ഷ്യൽ കാറ്ററിംഗ് ആണ്. ഇതാണ് സ്റ്റാഫ് ക്യാൻറ്റീന്റെ രൂപത്തിലുള്ള സർവീസുകൾ. അതെന്ന് പറഞ്ഞാൽ ക്യാൻറ്റീൻ എല്ലാവർക്കും യൂസ്ഫുൾ ആണ്. അപ്പൊ അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ളവർക്ക് മാത്രമല്ല, നമ്മള് അവിടുത്തെ സ്റ്റാഫുകൾക്ക്, അറ്റൻഡൻസ്, വിസിറ്റേഴ്സ് എല്ലാവർക്കും ഭക്ഷണം പ്രൊവൈഡ് ചെയ്യുന്നതാണ് ക്യാൻറ്റീന്. അപ്പൊ സ്റ്റാഫ് ക്യാൻറ്റീന്റെ രൂപത്തിലുള്ള സർവീസുകൾ. ഓക്കെ, കൊമേഴ്ഷ്യൽ കാറ്ററിംഗ്. ഇനി നെക്സ്റ്റ് വരുന്നത് എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. ഹോസ്പിറ്റൽ സ്റ്റാഫ് സച്ച് ആസ് നഴ്സസ്, നഴ്സിംഗ് എയ്ഡ്സ്, റെസിഡൻസ്, ടെക്നീഷ്യൻ, cooks, etc. could be educated considering the type of food, balanced diet, caloric value, etc. The department can have in-service teaching program for staff. Okay. Hospital staff such as nurses, നേഴ്സുകള്, നേഴ്സിംഗ് എയ്ഡ്സ്, നേഴ്സിംഗ് എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ സഹായിക്കുന്നവര്, നേഴ്സിംഗ് എയ്ഡ്സുകള്, പിന്നെ അതുപോലെ തന്നെ റെസിഡൻസ്, അവിടുത്തെ താമസക്കാര്, ടെക്നീഷ്യൻ, കുക്സ്, എക്സെട്ര. ഇവരെല്ലാം എന്താക്കണം? കുഡ് ബി എഡ്യൂക്കേറ്റഡ്. എന്തിനു വെച്ചിട്ട്? കൺസിഡറിങ് ദ ടൈപ്പ് ഓഫ് ഫുഡ്, ബാലൻസ്ഡ് ഡീറ്റ്, കലോറിക് വാല്യൂ എന്നിവയൊക്കെ പരിഗണിച്ച്. അപ്പോ ടൈപ്പ് ഓഫ് ഫുഡ്, ബാലൻസ്ഡ് ഡീല്, കലോറിക് വാല്യൂ തുടങ്ങിയവ പരിഗണിച്ച് ഈ നഴ്സുകളെയും, നഴ്സിംഗ് എയ്ഡ്സ്, റെസിഡൻസ്, ടെക്നീഷ്യൻ, കുക്സ് എന്നിവരെയൊക്കെ എന്ത് ചെയ്യണം? എഡ്യൂക്കേറ്റഡ് ആക്കണം. The department can have in-service teaching program for the staff. സ്റ്റാഫിന് വേണ്ടിയിട്ട് ഇൻ-സർവീസ് ടീച്ചിങ് പ്രോഗ്രാമുകൾ ഡിപ്പാർട്ട്മെന്റ് സംഘടിപ്പിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാ? അവരെ എഡ്യൂക്കേറ്റഡ് ആക്കാൻ വേണ്ടി. ബാലൻസ്ഡ് ഡീലിനെ കുറിച്ചും, ബാലൻസ്ഡ് ഡയറ്റ്, അതിന്റെ ആവശ്യകത, നമ്മുടെ ഭക്ഷണത്തിലെ കലോറിക് വാല്യൂ, അതിനെ കുറിച്ചൊക്കെ ഒരു എഡ്യൂക്കേഷൻ നൽകേണ്ടത് ആവശ്യമാണ്. അപ്പൊ അങ്ങനെ ഇങ്ങനെ ഇതിലൂടെ ഇൻ സർവീസ് ടീച്ചിങ് പ്രോഗ്രാമിലൂടെ സ്റ്റാഫുകൾക്കൊക്കെ ആ ഡിപ്പാർട്ട്മെന്റ് ഒരു എഡ്യൂക്കേഷൻ നൽകുന്നുണ്ട്. The department can have in service teaching program for the staff. സ്റ്റാഫുകൾക്ക് വേണ്ടി ഇൻ സർവീസ് ടീച്ചിങ് പ്രോഗ്രാം ഡിപ്പാർട്ട്മെന്റ് നൽകുന്നുണ്ട്. ഇനി ഇതിനകത്ത് വരുന്നത് ഫങ്ഷൻസ് ആണ് കേട്ടോ. ഫങ്ഷൻസ് നോക്കിയേ. ഓർഗനൈസ്ഡ് പ്രിവെന്റീവ് മെയിൻ്റനൻസ് പ്രോഗ്രാം ഫോർ ദ എക്യുപ്മെന്റ്. എക്യുപ്മെന്റ്സിന്റെ പ്രിവെന്റീവ് മെയിൻ്റനൻസ് പ്രോഗ്രാമുകൾ ഓർഗനൈസ് ചെയ്യുക. ഓർഗനൈസ് ചെയ്യാന്ന് വെച്ചാൽ സംഘടിപ്പിക്കുക. ഓർഗനൈസ്ഡ് പ്രിവെന്റീവ് മെയിൻ്റനൻസ് പ്രോഗ്രാം ഫോർ ദ എക്യുപ്മെന്റ്സ്. ഈ എക്യുപ്മെന്റ്സിന്റെയൊക്കെ പ്രിവെന്റീവ് മെയിൻ്റനൻസ് പ്രോഗ്രാമുകൾ ഓർഗനൈസ് ചെയ്യുക, സംഘടിപ്പിക്കുക. സെക്കൻഡ് പോയിന്റ് എന്താണ്? സപ്ലൈ ദ ബെസ്റ്റ് ഫുഡ് അറ്റ് കൺസിസ്റ്റന്റ് കോസ്റ്റ്. സ്ഥിരമായിട്ടുള്ള ഒരു വില, കൺസിസ്റ്റന്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ടുള്ള വിലയിൽ ഫുഡ് സപ്ലൈ ചെയ്യുക. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഫങ്ഷൻസ് ആണ് കേട്ടോ. ഓരോന്നും പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എത്രയാ? 13 ഫങ്ഷൻ ഒക്കെ പഠിക്കാനുണ്ട്.
ഒന്ന് ഓരോന്നും നോക്കാം. ഫങ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണെന്നും ചോദിക്കാം കേട്ടോ. സെക്കൻഡ് നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്? സപ്ലൈ ദ ബെസ്റ്റ് ഫുഡ് അറ്റ് കൺസിസ്റ്റന്റ് കോസ്റ്റ്. സ്ഥിരമായിട്ടുള്ള ഒരു വിലയില് നമുക്ക് ഫുഡ് സപ്ലൈ ചെയ്യുക. ബെസ്റ്റ് ഫുഡ് ബെസ്റ്റ് ഫുഡ് അറ്റ് കൺസിസ്റ്റന്റ് കോസ്റ്റ്. ഇനി നോക്കിയേ, ബൈ ടു സ്പെസിഫിക്കേഷൻ, റിസീവ് സപ്ലൈസ്, ചെക്ക് ദെയർ ക്വാണ്ടിറ്റി, ക്വാളിറ്റി, സ്റ്റോർ. ബൈ ടു സ്പെസിഫിക്കേഷൻസ്, നിർദ്ദേശം അനുസരിച്ചിട്ട് തന്നെ സപ്ലൈകളൊക്കെ റിസീവ് ചെയ്യുക. അതിന്റെ ക്വാണ്ടിറ്റി, ക്വാളിറ്റി ഇതൊക്കെ ചെക്ക് ചെയ്യുക. അതുപോലെ സ്റ്റോർ ചെയ്യുന്നതും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യുക? നിർദ്ദേശം അനുസരിച്ച് തന്നെ ചെയ്യുക. By to specification, receive supplies, check their quantity, quality, store. സ്റ്റോർ ഒക്കെ നമ്മൾ അതൊക്കെ ഒന്ന് നിർദ്ദേശം അനുസരിച്ചിട്ട് തന്നെ അത് പരിശോധിക്കുക. നെക്സ്റ്റ് പോയിന്റ്, മേക്ക് പോർഷൻ അസംബിൾ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട്. മേക്ക് പോർഷൻ അസംബിൾ, അതായത് നിർമ്മിക്കുക. മേക്ക് എന്ന് വെച്ചാൽ ഉണ്ടാക്കുക. പോർഷൻ അസംബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്തെങ്കിലും അസംബിൾ കൂട്ടിച്ചേർക്കണം എന്നുണ്ടെങ്കിൽ പോർഷൻസ് കൂട്ടിച്ചേർക്കാം. ഡിസ്ട്രിബ്യൂട്ട് ഫുഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. മേക്ക് പോർഷൻ അസംബിൾ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഫുഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അഞ്ചാമത്തെ പോയിന്റ്, ഡെവലപ്മെന്റ് ഓഫ് റെസിപ്പീസ് അക്കോർഡിംഗ് ടു ദ ന്യൂട്രീഷണൽ നീഡ്സ് ഓഫ് പേഷ്യൻസ്. നമ്മൾ പറഞ്ഞു പേഷ്യൻസിന്റെ ന്യൂട്രീഷണൽ നീഡ്സ് അനുസരിച്ചിട്ടാണ് അവിടെ ഈ നമ്മളെ ഫുഡിന്റെ റെസിപ്പീസ് ഒക്കെ തയ്യാറാക്കുന്നത്. അപ്പൊ ഓരോ പേഷ്യന്റിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഓരോ പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷണൽ നീഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ടാണ് റെസിപ്പീസ് ഡെവലപ്പ് ചെയ്യുന്നത്. എങ്ങനെ നോക്കിയേ? ഫിഫ്ത് പോയിന്റ്, ഡെവലപ്മെന്റ് ഓഫ് റെസിപ്പീസ് അക്കോർഡിംഗ് ടു ദ ന്യൂട്രീഷണൽ നീഡ്സ് ഓഫ് പേഷ്യന്റ്. പേഷ്യൻസിന്റെ ന്യൂട്രീഷണൽ നീഡ് അനുസരിച്ച് തന്നെ റെസിപ്പീസ് ഡെവലപ്പ് ചെയ്യുക. Next, sixth point, to instruct about how diet play an important role in the treatment of various disease. അടുത്തത് നോക്കിയേ, ടു ഇൻസ്ട്രക്ട്, ഒരു നിർദ്ദേശം നൽകുകയാണ്. അബൌട്ട് ഹൗ ദ ഡയറ്റ് പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ. ഡയറ്റിന്റെ റോൾ എന്താണ് ഇതില്? ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് വേരിയസ് ഡിസീസ്. പല ഡിസീസിന്റെയും ട്രീറ്റ്മെന്റില് ഡയറ്റിന്റെ പങ്ക് എന്താണ് എന്നുള്ളത് നിർദ്ദേശിക്കുന്നു. അതിനെ കുറിച്ച് കുറച്ചും കൂടി അവയർനെസ് കിട്ടുന്നു. നമ്മൾ പറഞ്ഞു, നമ്മള് ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്ത മെഡിസിൻ മാത്രം കഴിച്ചാൽ പോരാ, അതിന്റെ കൂടെ തന്നെ ഡയറ്റിന് ഒരു ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട്. അപ്പൊ നമ്മുടെ ആ ട്രീറ്റ്മെന്റില് ഡയറ്റിന്റെ പങ്ക് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു നിർദ്ദേശമൊക്കെ കൊടുക്കുന്നു. ടു ഇൻസ്ട്രക്ട് അബൌട്ട് ഹൗ ദ ഡയറ്റ് പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് വേരിയസ് ഡിസീസ്. Next, seventh point, to after the everyday diet pattern of patient to meet their needs throughout various disease condition. Okay, to after the everyday diet pattern of patient to meet their needs throughout the various diseased condition. അവരുടെ ഈ രോഗിയുടെ അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുന്നതിനായിട്ട് നമുക്ക് അതുപോലെ തന്നെ അവരുടെ ഭക്ഷണക്രമങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതിനനുസരിച്ച് നമുക്ക് എവരിഡേ ഡയറ്റ് പാറ്റേൺ അത് വേണമെങ്കിൽ നമുക്ക് മോഡിഫൈ ചെയ്യാന്ന് പറയുന്നത്. ടു ആഫ്റ്റർ ദ എവരിഡേ ഡയറ്റ് പാറ്റേൺ ഓഫ് പേഷ്യൻസ് ടു മീറ്റ് ദർ നീഡ്സ് throughout the various disease condition. ആ രോഗാവസ്ഥയിലുടനീളം ഇപ്പൊ അവര് കഴിക്കുന്ന ഓൾറെഡി അവരുടെ ഡയറ്റ് പാറ്റേൺ ഉണ്ടല്ലോ, അതില് എന്തൊക്കെ നീഡ്സ് ആണ്, ഇനി എന്തൊക്കെയാണ് എക്സ്ട്രാ വേണ്ടത്, അവരുടെ ആവശ്യങ്ങളൊക്കെ കണ്ടറിഞ്ഞിട്ട് തന്നെ നമുക്ക് ആ ഡയറ്റ് പാറ്റേൺ എന്തെങ്കിലും മോഡിഫൈ ചെയ്യണമെങ്കിൽ അത് മോഡിഫൈ ചെയ്യാം. അതിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്തണമെങ്കിൽ ചെയ്യാം. ഓക്കെ,
Seventh point, to after the everyday diet pattern of patient to meet their needs throughout the various diseased condition. ആ രോഗാവസ്ഥയിലെ ഉടനീളം അവരുടെ ആവശ്യങ്ങൾ, പേഷ്യൻസിന്റെ നീഡ്സ്, ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് അതനുസരിച്ച് ഡയറ്റ് പാറ്റേണുകൾ, അതിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാം. അപ്പൊ അതനുസരിച്ച് അവരുടെ ഭക്ഷണക്രമം എന്ത് ചെയ്യാം, ക്രമീകരിക്കാം. Next point, the everyday function of the dietary department is to prepare meals and snacks for the patient who got are admitted to the hospital. അപ്പൊ എന്താണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻ പറയുന്നത്? The everyday function of the dietary department is to prepare meals and snacks. Snacks ഒക്കെ പേഷ്യൻസിന് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. For the patient who got admitted to the hospital, ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടക്കുന്ന പേഷ്യൻസിന് മീൽസും സ്നാക്സും ഒക്കെ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ആ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നോക്കി, these meals are prepared by strict guidelines of the physician written order. ഇനി ഈ മീൽസ് എങ്ങനെ വേണം റെഡിയാക്കാൻ വേണ്ടിയിട്ട്? Meals are prepared by strict guidelines of the physician written order. ഫിസിഷ്യന്റെ റിട്ടേൺ ഓർഡർ അനുസരിച്ച് തന്നെ അവരുടെ സ്ട്രിക്ട് ഗൈഡ് ലൈൻസിൽ തന്നെ ഈ മീൽസ് ഒക്കെ പ്രിപ്പയർ ചെയ്യണം. അതായത് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ചെയ്യാൻ പാടില്ല. ആ ഫിസിഷ്യൻ റിട്ടേൺ ഓർഡർ അനുസരിച്ച് തന്നെ സ്ട്രിക്ട് ഗൈഡ് ലൈൻസിൽ തന്നെ ഈ മീൽസുകളൊക്കെ പ്രിപ്പയർ ചെയ്യണം എന്നാ പറയുന്നത്. These meals are prepared by strict guidelines of the physician written order. ഫിസിഷ്യന്റെ റിട്ടേൺ ഓർഡർ അനുസരിച്ച് തന്നെ നല്ലൊരു ഗൈഡ് ലൈൻസോട് കൂടി, സ്ട്രിക്ട് ഗൈഡ് ലൈൻസോട് കൂടി ഈ മീൽസുകൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യണം. നെക്സ്റ്റ് പോയിന്റ്, അറേഞ്ച് ആൻഡ് ക്യാരി ഔട്ട് പേഷ്യന്റ് തെറാപ്പി, എഡ്യൂക്കേഷൻ ആൻഡ് കൗൺസിലിംഗ്. ഓക്കെ, അറേഞ്ച് ചെയ്യുക, ക്യാരി ഔട്ട് നടപ്പിലാക്കുക. എന്തൊക്കെയാ? പേഷ്യന്റ് തെറാപ്പി, എഡ്യൂക്കേഷൻ, കൗൺസിലിംഗ്, ഇതെല്ലാം എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്യുക, അതുപോലെ തന്നെ അത് നടപ്പിലാക്കുകയും ചെയ്യുക. പിന്നെ നെക്സ്റ്റ് പോയിന്റ്, ട്രെയിൻ ഡയറ്ററ്റിക്സ് ഇന്റേൺ. ഡയറ്ററ്റിക്സ് പരിശീലിപ്പിക്കുക. ഡയറ്ററ്റിക്സ് എന്ന് പറഞ്ഞ എന്താ? അടുത്ത പോയിന്റ്, ട്രെയിൻ ഡയറ്ററ്റിക്സ് ഇന്റേൺ പരിശീലിപ്പിക്കുക. ഡയറ്ററ്റിക്സ് എന്ന് പറഞ്ഞ എന്താ? ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് നോളേജ് കൺസേൺ വിത്ത് ദ ഡയറ്റ് ആൻഡ് ഇറ്റ്സ് എഫക്ട് ഓൺ ഹെൽത്ത്. അതായത് ഭക്ഷണത്തെ കുറിച്ച് പഠിക്കുന്ന ശാഖയാണ് ഡയറ്ററ്റിക്സ് എന്ന് പറയുന്നത്. ഡയറ്ററ്റിക്സ് അവിടെ ഒന്ന് എഴുതി വെച്ചോ കേട്ടോ നോട്ടില്. നിങ്ങൾ ബുക്ക് എടുത്തായിരുന്നോ? മിസ്സിന്റെ ആയിരുന്നു ഫസ്റ്റ് ക്ലാസ്. ബുക്ക് എടുത്തില്ലെങ്കിൽ പെട്ടെന്ന് ഒന്ന് ബുക്ക് എടുക്കാം കേട്ടോ. പ്രിന്റഡ് നോട്ട് ഉണ്ടെങ്കിൽ അതിന്റെ മുകളിലാണെങ്കിലും ഒന്ന് എഴുതിയ വെച്ചാൽ മതി. ദ ബ്രാഞ്ച് ഓഫ് നോളേജ് കൺസേൺഡ് വിത്ത് ഡയറ്റ്. The branch of knowledge concerned, CONCERNED, concerned with the diet. Dietetics എന്ന് പറയുന്നത്. The branch of knowledge concerned with the diet. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഡയറ്ററ്റിക്സ് പരിശീലിപ്പിക്കുക. ട്രെയിൻ ഡയറ്ററ്റിക്സ് ഇന്റേൺ, ഡയറ്ററ്റിക്സ് പരിശീലിപ്പിക്കുക. Next point, give direction to nurses, medical and dental students about the principle of nutrition and the diet therapy. അടുത്ത നോക്കിയേ, give direction to nurses, medical and dental students. അപ്പോ മെഡിക്കൽ ഡെന്റൽ സ്റ്റുഡൻസിന്, നഴ്സിനൊക്കെ ഡയറക്ഷൻസ് നൽകുക. എന്തിനെ കുറിച്ച് നോക്കിയേ? about the principle of nutrition and diet therapy. പ്രിൻസിപ്പിൾ ഓഫ് ന്യൂട്രീഷൻ എന്നിവ സംബന്ധിച്ച് നഴ്സിനും മെഡിക്കൽ ആൻഡ് ഡെന്റൽ സ്റ്റുഡൻസിനും ഒക്കെ ഡയറക്ഷൻസ്, അതനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകാം.
ഡയറക്ഷൻസ് നൽകുക. Give direction to nurses, medical and dental students about the principle of nutrition and diet therapy. Okay. Next point, okay. Collaborate with the medical staff in arranging, preparing and serving experimental metabolic research diet. Collaborate ചെയ്യാന്ന് വെച്ചാൽ സഹകരിക്കുക. Collaborate. Collaborate with the medical staff. Medical staff-ആയിട്ട് സഹകരിക്കുക. Collaborate with the medical staff. Medical staff-ആയിട്ട് സഹകരിക്കുക. എന്തിനു വേണ്ടിയാ? In arranging, preparing and serving experimental metabolic research diet. അറേഞ്ച് ചെയ്യുന്നതിനും അത് പ്രിപ്പയർ ചെയ്യാനും സെർവ് ചെയ്യുന്നതിനും ഒക്കെ ഏതാണ് ഈ മെഡിക്കൽ സ്റ്റാഫും ഒക്കെ ആയിട്ട് കൊളാബറേറ്റ് ചെയ്യുക, അവരോട് സഹകരിക്കുക. അതുപോലെ തന്നെ എക്സ്പെരിമെന്റൽ മെറ്റാബോളിക് റിസർച്ച് ഡയറ്റിനെ കുറിച്ചുള്ള റിസർച്ച് എന്നിവയിലൊക്കെ ഈ മെഡിക്കൽ സ്റ്റാഫുമായിട്ടൊക്കെ അത് അറേഞ്ച് ചെയ്യാനും അത് പ്രിപ്പയർ ചെയ്യാനും ഒക്കെ ആയിട്ട് മെഡിക്കൽ സ്റ്റാഫുമായിട്ട് അറേഞ്ച് ചെയ്യുക, അവരോട് കൊളാബറേറ്റ് ചെയ്യുക, സഹകരിക്കുക. നെക്സ്റ്റ് പോയിന്റ്, ഇത് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഫങ്ഷൻസ് ആണ് കേട്ടോ ഈ പോയിന്റുകൾ പറയുന്നത്. മെഡിക്കൽ സ്റ്റാഫുമായിട്ടൊക്കെ സഹകരിച്ചു പോകുക. എന്തിനു വേണ്ടിയാ? ഡയറ്ററ്റിക് ഈ റിസർച്ച്, മെറ്റാബോളിക് റിസർച്ച് ഡയറ്റിനെ കുറിച്ചുള്ള റിസർച്ച് ഒക്കെ അതൊക്കെ അറേഞ്ച് ചെയ്യാനും അതിനൊക്കെ പ്രിപ്പയർ ചെയ്യാനും സെർവ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഈ മെഡിക്കൽ സ്റ്റാഫുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് പോകുക, സഹകരിച്ചു പോകുക. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് പറഞ്ഞേക്കുന്നത്, ടു കീപ് good nutritional status of all the patients, establish standards for arranging menu, preparing, serving food and managing meals. Last point നോക്കിയേ, to keep a good nutritional status of all the patients. എല്ലാ പേഷ്യൻസിനും നല്ലൊരു ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് സ്ഥിതി നിലനിർത്തുക. എല്ലാവരും നല്ലൊരു ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് നിലനിർത്തുക. എല്ലാ രോഗികളുടെയും നല്ല പോഷകാഹാര നില എന്ത് ചെയ്യാ നിലനിർത്തുക. അപ്പൊ അതായത് എല്ലാ പേഷ്യൻസും നല്ല ഹെൽത്തി ഒക്കെ അവര് നല്ല സ്ട്രോങ് ആയിരിക്കണം. അപ്പൊ അങ്ങനെ അവരുടെ ഒരു നല്ലൊരു ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് സ്ഥിതി അവരെ നിലനിർത്തുക. ഇനി അതുപോലെ പറഞ്ഞേക്കുന്നു, എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്സ് ഫോർ അറേഞ്ചിങ് മെനു, പ്രിപ്പയറിംഗ്, സർവിംഗ് ഫുഡ് ആൻഡ് മാനേജിങ് മീൽസ്. അപ്പൊ ഭക്ഷണം എന്ത് ചെയ്യാം അറേഞ്ച് ചെയ്യുന്നതിനും അത് തയ്യാറാക്കുന്നതിനും പ്രിപ്പയർ ചെയ്യുന്നതിനും അത് സർവ് ചെയ്യുന്നതിനും ഒക്കെ കൈകാര്യം ചെയ്യുന്നതിനുമുള്ള മെനുകൾ ക്രമീകരിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുക. എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്സ്, മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുക. എന്തിനു വേണ്ടിയാ? ഫോർ അറേഞ്ചിങ് മെനൂസ് അറേഞ്ച് ചെയ്യാനും അത് പ്രിപ്പയർ ചെയ്യാനും സർവ് ചെയ്യാനും അതുപോലെ തന്നെ മീൽസ് അതൊക്കെ മാനേജ് ചെയ്യാനുമുള്ള അതൊക്കെ ക്രമീകരിക്കുന്നതിനും ഒക്കെ ഉള്ള ഒരു മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുക. മെനൂസ് അറേഞ്ച് ചെയ്യാൻ, അത് പ്രിപ്പയർ ചെയ്യാൻ, ഫുഡ് സെർവ് ചെയ്യാനും മീൽസ് മാനേജ് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുക. ഇത്രയും പോയിന്റ്സ്, 13 പോയിന്റ്സ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഫങ്ഷൻസ് ആയിട്ട് പറയുന്നതാണ്. ഓക്കെ, ജസ്റ്റ് നമുക്ക് ഒന്നുകൂടി വേഗം ഒന്ന് പറഞ്ഞു പോകാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് എക്യുപ്മെന്റ്സിന്റെ പ്രിവെന്റീവ് മെയിന്റനൻസ് പ്രോഗ്രാംസുകൾ സംഘടിപ്പിക്കുക. എക്യുപ്മെന്റ്സിന്റെ പ്രിവെന്റീവ് മെയിന്റനൻസ് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുക. പിന്നെ ഒരു സ്ഥിരമായിട്ടുള്ള വിലയില് നല്ല ബെസ്റ്റ് ഫുഡ് സപ്ലൈ ചെയ്യുക. സ്ഥിരമായിട്ടുള്ള വിലയിൽ ഒരു കോസ്റ്റ്, കൺസിസ്റ്റന്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ഥിരം, ആ വില എപ്പോഴും മാറുമൊന്നുമില്ല, റേറ്റ് കൂടുമൊന്നുമില്ല പെട്ടെന്ന്. അതൊക്കെ സ്ഥിരമായിട്ടുള്ള ഒരു വിലയിൽ തന്നെ നല്ല ഫുഡ്, ബെസ്റ്റ് ഫുഡ് സപ്ലൈ ചെയ്യുക. പിന്നെ അടുത്തത് തേർഡ് പോയിന്റില് സ്പെസിഫിക്കേഷൻ അനുസരിച്ച് സപ്ലൈകൾ റിസീവ് ചെയ്യുക. അതിന്റെ ക്വാണ്ടിറ്റി, ക്വാളിറ്റി, സ്റ്റോർ എന്നിവയൊക്കെ നിർദ്ദേശം അനുസരിച്ച് തന്നെ പരിശോധിക്കുക. പിന്നെ അത് ഉണ്ടാക്കുക,
പോർഷൻ അസംബിൾ, ഭാഗങ്ങൾ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുക, അതുപോലെ തന്നെ ഫുഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. പിന്നെ അടുത്ത 5th പോയിന്റിൽ പറഞ്ഞേക്കുന്ന ന്യൂട്രീഷൻ, പേഷ്യൻസിന്റെ ന്യൂട്രീഷണൽ നീഡ് അനുസരിച്ചിട്ട് തന്നെ റെസിപ്പീസ് ഡെവലപ്പ് ചെയ്യുക. പേഷ്യൻസിന്റെ ന്യൂട്രീഷണൽ നീഡ്സ് അനുസരിച്ച് റെസിപ്പീസ് ഡെവലപ്പ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് പോയിന്റില് എങ്ങനെയാണ് നമ്മുടെ ഈ പല ഡിസീസ്, പല രോഗങ്ങളില് അതിന്റെ ട്രീറ്റ്മെന്റില് ഡയറ്റിന്റെ പങ്ക് എന്താണ്, റോള് എന്താണെന്നുള്ളത് അതിനെ കുറിച്ചൊരു നിർദ്ദേശമൊക്കെ കൊടുക്കുക. How the diet play an important role in the treatment of various diseases. പല ഡിസീസിന്റെ ട്രീറ്റ്മെന്റില് ഡയറ്റ് വഹിക്കുന്ന പങ്ക് എന്താണ്, ഭക്ഷണക്രമത്തിന്റെ പങ്ക് എന്താണ്, അതിന്റെ റോൾ എന്താണ് എന്നുള്ളത് ഇതിനെ കുറിച്ചൊരു നിർദ്ദേശം കൊടുക്കുക. പിന്നെ അടുത്തത് പറഞ്ഞേക്കുന്നേ, പല ആ ഡിസീസ് കണ്ടീഷനിലുടനീളം ആ ഒരു പേഷ്യൻസിന്റെ എവരിഡേ ഡയറ്റ് പാറ്റേൺ, അതിൽ നിന്ന് എന്തെങ്കിലും മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും എക്സ്ട്രാ നമുക്ക് പേഷ്യൻസിന്റെ നീഡ്സ് അനുസരിച്ച് എക്സ്ട്രാ അതിനകത്ത് നമ്മൾ എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ആ ഡയറ്റ് പാറ്റേൺ എന്ത് ചെയ്യാം, മോഡിഫൈ ചെയ്യുക. പിന്നെ അടുത്തത് പറഞ്ഞേക്കുന്ന ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഫംഗ്ഷൻ ആൻഡ് എവരിഡേ ഫംഗ്ഷൻ എന്താ, മീൽസും സ്നാക്സും പേഷ്യൻസിന് അത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ളവർക്ക് മീൽസും സ്നാക്സും ഒക്കെ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്, പ്രിപ്പയർ ചെയ്യുക, അവർക്ക് വേണ്ടി ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻ. ഈ മീൽസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് നല്ല ഫിസിഷ്യൻ സ്ട്രിക്റ്റ് ഗൈഡ് ലൈൻസ് ഓഫ് ദ ഫിസിഷ്യൻ റിട്ടേൺ ഓർഡർ, ഫിസിഷ്യൻ റിട്ടേൺ ഓർഡർ അനുസരിച്ച് ഗൈഡ് ലൈൻസിലായിരിക്കണം ഈ മീൽസ് പ്രിപ്പയർ ചെയ്യേണ്ടത്. പിന്നെ അടുത്തത് പേഷ്യന്റ് തെറാപ്പി, എഡ്യൂക്കേഷൻ, കൗൺസിലിംഗ് എന്നിവയൊക്കെ അറേഞ്ച് ചെയ്യുകയും അതുപോലെ അത് നടപ്പിലാക്കുകയും ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ് ഡയറ്ററ്റിക്സ് പരിശീലിപ്പിക്കുക. പിന്നെ നഴ്സ്, മെഡിക്കൽ, ഡെന്റൽ സ്റ്റുഡൻസ് എന്നിവർക്കൊക്കെ ന്യൂട്രീഷൻ, പ്രിൻസിപ്പിൾ ഓഫ് ന്യൂട്രീഷൻ, ഡയറ്റ് തെറാപ്പി എന്നിവയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡയറക്ഷൻസ്, നിർദ്ദേശങ്ങൾ നൽകുക. പിന്നെ അതുപോലെ തന്നെ ഈ സ്റ്റാഫുമായിട്ട്, മെഡിക്കൽ സ്റ്റാഫുമായിട്ട് സഹകരിക്കുക. എന്തിനു വേണ്ടിയാ, അറേഞ്ചിങ്, പ്രിപ്പയറിംഗ് ആൻഡ് സർവിങ് എക്സ്പെരിമെന്റൽ മെറ്റാബോളിക് റിസർച്ച് ഡയറ്റ്, അതൊക്കെ അതിന് വേണ്ടിയിട്ട് അത് റിസർച്ചുകളൊക്കെ അറേഞ്ച് ചെയ്യാനും പ്രിപ്പയർ ചെയ്യാനും സർവ് ചെയ്യാനൊക്കെ ആയിട്ട് ഈ മെഡിക്കൽ സ്റ്റാഫുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുക. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ പേഷ്യൻസിനും നല്ലൊരു ആരോഗ്യസ്ഥിതി നിലനിർത്തുക, ഗുഡ് ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യുക. പിന്നെ അടുത്ത് പറഞ്ഞേക്കുന്ന മെനൂസ് അറേഞ്ച് ചെയ്യാനും പ്രിപ്പയർ ചെയ്യാനും ഫുഡ് സെർവ് ചെയ്യാനും മീൽസ് മാനേജ് ചെയ്യാനും എന്നിവയ്ക്കൊക്കെ വേണ്ടിയിട്ടുള്ള മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുക. ഇനി ഇതിൽ ഏതെങ്കിലും പോയിന്റ്സ് നിങ്ങൾക്ക് ക്ലിയർ ആവാത്തുണ്ടോ നോക്കി. 13 പോയിന്റ്സ് ഉണ്ട് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഫങ്ഷൻസ്. ഇതില് ഫങ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണെന്ന് ചോദിക്കാം. ഏതെങ്കിലും പോയിന്റ് ആർക്കെങ്കിലും ക്ലിയർ ആവാത്തുണ്ടോ നോക്കി. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്ന ചെറിയൊരു ഇതും കൂടി ഉള്ളൂ, അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ കഴിയും കേട്ടോ. പ്രോബ്ലം സിറ്റുവേഷൻ. ഈ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അവരെ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഈ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, പ്രോബ്ലം സിറ്റുവേഷൻസ്. ഫസ്റ്റ് നോക്കിയേ, ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഫുഡ് സർവീസ് സ്റ്റാഫ് ആൻഡ് നഴ്സിംഗ് സ്റ്റാഫ്. ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ DISPUTE. എന്താ ഡിസ്പ്യൂട്ട്? തർക്കങ്ങൾ. ആരൊക്കെ തമ്മിലാ? തർക്കം. ഓക്കെ, ആരൊക്കെ തമ്മിലാ? ബിറ്റ്വീൻ ഫുഡ് സർവീസ് സ്റ്റാഫ് ആൻഡ് നഴ്സിംഗ് സ്റ്റാഫ്. ഫുഡ് സർവീസ് സ്റ്റാഫും നഴ്സിംഗ് സ്റ്റാഫും തമ്മിലുള്ള തർക്കങ്ങൾ, അതൊരു പ്രശ്നമാണ്. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് നേരിടുന്ന ഒരു പ്രോബ്ലം ആണ്. ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഫുഡ് സർവീസ് സ്റ്റാഫ് ആൻഡ് നഴ്സിംഗ് സ്റ്റാഫ്. ഫുഡ് സർവീസ് സ്റ്റാഫും നഴ്സിംഗ് സ്റ്റാഫും തമ്മിലുണ്ടാകുന്ന തർക്കങ്ങൾ. നെക്സ്റ്റ് നോക്കി,
complaints against the department with regard to the quality of food. ഫുഡിന്റെ ക്വാളിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ഈ ഡിപ്പാർട്ട്മെന്റിന് എതിരെ ഉണ്ടാകുന്ന കംപ്ലൈൻസുകൾ. അപ്പൊ നമ്മൾ എത്ര നല്ല ഫുഡൊക്കെ ആണെങ്കിലും ചില ആൾക്കാരുണ്ട് അല്ലെ ഇങ്ങനെ കംപ്ലൈൻസ് പറയാനൊക്കെ ആയിട്ട്. അപ്പൊ അത് ആ ഡിപ്പാർട്ട്മെന്റ് നേരിടുന്ന ഒരു പ്രശ്നമാണ്. എന്തോ സംബന്ധിച്ച ഫുഡിന്റെ ക്വാളിറ്റി ആയിട്ട് അതിന്റെ ഗുണനിലവാരമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന കംപ്ലൈൻസ്, ഈ ഡിപ്പാർട്ട്മെന്റിന് എതിരെ ഉണ്ടാകുന്ന കംപ്ലൈൻസുകള്. ഇത് ഈ ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ്. കംപ്ലൈൻസ് എഗൈൻസ്റ്റ് ദ ഡിപ്പാർട്ട്മെന്റ് വിത്ത് റിഗാർഡ് ടു ദ ക്വാളിറ്റി ഓഫ് ഫുഡ്. ഫുഡിന്റെ ക്വാളിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ആ ഡിപ്പാർട്ട്മെന്റിന് എതിരെ ഉണ്ടാകുന്ന കംപ്ലൈൻസുകൾ. ഇനി നെക്സ്റ്റ്, ട്രിവിയൽ തെഫ്റ്റ് ആൻഡ് റോബറി ഇൻ ഡിപ്പാർട്ട്മെന്റ്. ട്രിവിയൽ തെഫ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ നിസ്സാരമായിട്ടുള്ള മോഷണങ്ങൾ, വലിയതല്ല, ചെറിയ നിസ്സാരമായിട്ടുള്ള മോഷണങ്ങൾ. ട്രിവിയൽ തെഫ്റ്റ് എന്ന് വെച്ചാൽ നിസ്സാരമായിട്ടുള്ള മോഷണങ്ങൾ, വലിയ രീതിയിലൊന്നും അല്ല, ചെറിയ രീതിയിൽ. ഇപ്പൊ അവിടെ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിലുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ ആണെങ്കിലൊക്കെ വേണമെങ്കിൽ എന്തെങ്കിലും മോഷണമൊക്കെ പോകാം. അപ്പൊ അങ്ങനെ ചെറിയ അല്ലെങ്കിൽ ചിലപ്പോൾ ഭക്ഷണം വേണമെങ്കിൽ മോഷണം പോകാം. അങ്ങനെയുള്ള എന്തെങ്കിലും ചെറിയ നിസ്സാരമായിട്ടുള്ള മോഷണങ്ങൾ. ആൻഡ് റോബറി ഇൻ ഡിപ്പാർട്ട്മെന്റ്. റോബറി എന്ന് പറഞ്ഞാൽ എന്താ? റോബറി കവർച്ചകള്, ഡിപ്പാർട്ട്മെന്റിലുള്ള കവർച്ചകള്. റോബറി ഇൻ ഡിപ്പാർട്ട്മെന്റ്. ട്രിവിയൽ തെഫ്റ്റ് ആൻഡ് റോബറി ഇൻ ഡിപ്പാർട്ട്മെന്റ്. നിസ്സാരമായിട്ടുള്ള മോഷണങ്ങളും അതുപോലെ കവർച്ചകളും, ഡിപ്പാർട്ട്മെന്റിലുള്ള കവർച്ചകളും. നെക്സ്റ്റ്, fourth point, big frauds can occur in material management department. മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകുന്ന വലിയ തട്ടിപ്പുകൾ, ബിഗ് ഫ്രോഡ്സ്. ബിഗ് ഫ്രോഡ് എന്ന് വെച്ചാൽ വലിയ തട്ടിപ്പുകൾ. ഇൻ മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകുന്ന വലിയ ഫ്രോഡ്, തട്ടിപ്പുകൾ. എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇത്രയും ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു ബൾക്കായിട്ട് വേണം ഈ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യാൻ. അപ്പൊ അതിന് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ബൾക്കായിട്ടല്ലേ കൊണ്ടുവരുന്നതൊക്കെ. അപ്പൊ അതില് ഇങ്ങനെ വലിയ അതൊക്കെ മാനേജ് ചെയ്യുന്നത്. ഇപ്പൊ കണക്കിലൊക്കെ ചെറിയൊരു ഇത് കാണിച്ചാൽ പോരെ. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ 1000 രൂപയും കൊണ്ട് നമ്മൾ കടയിൽ സാധനങ്ങൾ മേടിക്കാൻ പോയോ ഒന്നുമില്ല. നമ്മുടെ കയ്യിൽ പിടിക്കാൻ പോകുന്ന 4 ഐറ്റം വാങ്ങുമ്പോഴത്തേക്ക് 1000 രൂപയായി. അപ്പൊ ഇത്രയും ആളുകൾക്ക് അത് തന്നെ ഒരു വലിയൊരു ഫ്രോഡല്ലേ അതിനകത്ത്. അപ്പൊ അങ്ങനെ അവര് ഇറക്കുന്ന ഐറ്റത്തിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വലിയൊരു രീതിയിലുള്ള ഒരു തട്ടിപ്പുകൾ. ഇതാണ് ബിഗ് ഫ്രോഡ് ക്യാൻ ഒക്കർ ഇൻ മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകുന്ന വലിയ തട്ടിപ്പുകൾ. ഒരു ചാക്കൊക്കെ ആയിട്ടായിരിക്കും അവിടെ എടുക്കുന്നത്. നമ്മുടെ കടയിൽ പോയി ചെറിയ ഇത് വാങ്ങുന്ന രീതിയിലല്ല, ഇത്രയൊരു ബൾക്കായിട്ടാണ്. ഡെയിലി നമ്മളെ ഫുഡ് പ്രിപ്പയർ ചെയ്യണം. ഒരു ചാക്കൊക്കെ ആയിട്ടായിരിക്കും. അപ്പൊ അതിൽ ഏതെങ്കിലും അവരൊന്ന് മറച്ചാൽ പോരെ. അപ്പൊ അത്രയും എന്താ പറയാ, വലിയൊരു തട്ടിപ്പ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകുന്ന വലിയ തട്ടിപ്പുകൾ. ഇനി നെക്സ്റ്റ് നോക്കിയേ, ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ഗാർബേജ്. അപ്പൊ നോക്കിയേ, നമ്മുടെ വീട്ടില് കുറച്ച് നമ്മൾ ഉണ്ടാക്കുമ്പോ തന്നെ എത്രത്തോളം വേസ്റ്റുകൾ വരുന്നുണ്ട് അല്ലെ. വെജിറ്റബിൾസ് ഒക്കെ ആണെങ്കിലും അതിന്റെയൊക്കെ വേസ്റ്റുകള്, പിന്നെ ഐറ്റംസ് ഒക്കെ മേടിക്കുമ്പോ അതിന്റെ കവറുകൾ അങ്ങനെയൊക്കെ. അപ്പൊ ഇത്രയും ബൾക്കായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ വേസ്റ്റുകൾ ഉണ്ടാവും അല്ലെ. ഒരുപാട് വേസ്റ്റുകൾ ഉണ്ടാവും. അപ്പൊ ആ വേസ്റ്റുകളൊക്കെ ഡിസ്പോസ് ചെയ്യണ്ടേ. അത് ഈ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അതിന്റെ ഒരു ഡിസ്പോസ് ചെയ്യുക, വേസ്റ്റ് ഗാർബേജ് ഡിസ്പോസൽ എന്നുള്ളത് വലിയൊരു ഡിപ്പാർട്ട്മെന്റ് നേരിടുന്ന വലിയൊരു പ്രശ്നം. എല്ലാ ദിവസവും, ഒരു ദിവസം അല്ലല്ലോ, ഡെയിലി ഇങ്ങനെ ഇത്രയും വേസ്റ്റുകൾ വരും. അപ്പൊ അത് ഡിസ്പോസ് ചെയ്യാന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണ്. അത് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് നേരിടുന്ന പ്രശ്നങ്ങളാണ്. നോക്കി 5 പോയിന്റ്സ് ആയിട്ട് തന്നേക്കുന്നത്. ഫസ്റ്റില് പറഞ്ഞത് ഏതാ? ഫുഡ് സർവീസ് സ്റ്റാഫും നഴ്സിംഗ് സ്റ്റാഫും തമ്മിലുള്ള തർക്കങ്ങള്. പിന്നെ നമ്മള് ഫുഡിന്റെ ക്വാളിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ആ ഡിപ്പാർട്ട്മെന്റിന് എതിരെ ഉണ്ടാകുന്ന കംപ്ലൈൻസുകള്. പിന്നെ നിസ്സാരമായിട്ടുള്ള മോഷണങ്ങളും കവർച്ചകളും, ഡിപ്പാർട്ട്മെന്റിലുള്ള നിസ്സാര മോഷണങ്ങളും കവർച്ചകളും.
പിന്നെ അടുത്തത് ബിഗ് ഫ്രോഡ്സ്, വലിയ വലിയ തട്ടിപ്പുകൾ എവിടെയാ? ക്യാൻ ഒക്കർ ഇൻ മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകുന്ന വലിയ വലിയ ഫ്രോഡുകള്. പിന്നെ അടുത്ത ലാസ്റ്റ് ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ഗാർബേജ്. വേസ്റ്റ് ഒക്കെ നമ്മൾ ഡിസ്പോസ് ചെയ്യുക എന്നുള്ളതും ഒരു വലിയൊരു പ്രശ്നമാണ്. ബൾക്കായിട്ട് ഒരു ഹ്യൂജ് വേസ്റ്റ് ഉണ്ടാവും ഓരോ ദിവസം, അത് ഡിസ്പോസ് ചെയ്യുക അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതും ഈ ഡിപ്പാർട്ട്മെന്റ് നേരിടുന്ന പ്രശ്നങ്ങളാണ്. നോക്കിയേ, 5 പോയിന്റ്സ് ആ പറഞ്ഞത്. ഇത് ക്ലിയർ ആണോ നോക്കിയേ? ക്ലിയർ ആണോ? ഓക്കെ, ചെറിയ ചെറിയ പോയിന്റ്സ് അല്ലേ. ഇനി ലാസ്റ്റ് തന്നേക്കുന്ന പോളിസി ആൻഡ് പ്രൊസീജിയർ ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഇൻ ഡയറ്ററി. പോളിസീസ് ആൻഡ് പ്രൊസീജിയർ ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഇൻ ഡയറ്ററി. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിലുള്ള പോളിസികളും പ്രൊസീജിയറും നയങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ പ്രൊസീജിയർ ഒക്കെ എന്തൊക്കെയാണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിൽ അപ്ലൈ ചെയ്യുന്ന പോളിസികളും പ്രൊസീജിയേഴ്സും. അതിനകത്തും ഇതുപോലെ പോയിന്റ്സ് ആയിട്ടാണ് തന്നേക്കുന്നത്. നമുക്ക് നോക്കാം. Dietitian is liable for the quality and quantity of food items. But dietitian is liable. Liable എന്ന് പറഞ്ഞ ബാധ്യത, ഉത്തരവാദിത്തം. അപ്പൊ ഫുഡ് ഐറ്റത്തിന്റെ ക്വാളിറ്റിക്കും ക്വാണ്ടിറ്റിയിലും ഒക്കെ ബാധ്യത ആരായിരിക്കണം? ഡയറ്റീഷ്യനാണ്. ഡയറ്റീഷ്യനാണ് ഫുഡ് ഐറ്റത്തിന്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റിയിലൊക്കെ ബാധ്യത, ഉത്തരവാദിത്തം ഉള്ള ഒരാളാണ് ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. Dietitian is liable for the quality and the quantity of food item. ഫുഡ് ഐറ്റത്തിന്റെ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ഒക്കെ ഡയറ്റീഷ്യൻ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും. നെക്സ്റ്റ് നോക്കിയേ, സെക്കൻഡ് പോയിന്റ്, പവർ ഓഫ് എമർജൻസി പർച്ചേസ് ഷുഡ് ബി given to the officer in charge. നോക്കിയേ, എമർജൻസി പർച്ചേസിനുള്ള അധികാരം ആ ഇൻചാർജ് ഉള്ള ഓഫീസറിന് നൽകണം. അപ്പൊ അവിടെ ഇൻചാർജ് ആരാണ്? ആ ഇൻചാർജ് ഉള്ള ഓഫീസറിന് എമർജൻസി പർച്ചേസിനുള്ള അധികാരം നൽകണം, പവർ നൽകണം എന്ന് പറയുന്നത്. അപ്പൊ സാധാരണ നമ്മൾ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആവശ്യത്തിനുള്ള ഈ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം ഇത് പർച്ചേസ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ എമർജൻസി ആയിട്ട് എന്തെങ്കിലും പർച്ചേസ് ചെയ്യേണ്ടി വന്നാൽ എന്താണ്, അപ്പൊ അവിടുത്തെ ആ ഇൻചാർജ് ഉള്ള ഓഫീസറിന് അതിന്റെ അധികാരം നൽകണം. പവർ ഓഫ് എമർജൻസി പർച്ചേസ് ഷുഡ് ബി ഗിവൺ ടു ദ ഓഫീസർ ഇൻചാർജ്. ഇൻചാർജ് ഉള്ള ഓഫീസറിന് എമർജൻസി പർച്ചേസിനുള്ള അധികാരം നൽകണം. നെക്സ്റ്റ് നോക്കിയേ, എ ടീം കൺസിസ്റ്റിംഗ് ഓഫ് 3 to 4 members should inspect the food items received. A team consists of 3 to 4 members. 3-4 members അടങ്ങിയ ഒരു ടീം എന്ത് ചെയ്യണം? ആ ഫുഡ് ഐറ്റം റിസീവ് ചെയ്ത ഫുഡ് ഐറ്റം ഇൻസ്പെക്ട് ചെയ്യണം, പരിശോധിക്കണം. A team consisting of 3 to 4 members should inspect the food items received. 3-4 members അടങ്ങിയിട്ടുള്ള ഒരു ടീം പരിശോധിക്കണം. എന്താ? ഫുഡ് ഐറ്റം റിസീവ് ചെയ്ത ഫുഡ് ഐറ്റംസ് ഇൻസ്പെക്ട് ചെയ്യണം. ഒരു ടീം 3-4 members അടങ്ങിയ ഒരു ടീം ഈ റിസീവ് ചെയ്ത ഫുഡ് ഐറ്റംസ് പരിശോധിക്കണം. നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ് നോക്കിയേ, everything should be correctly maintained and cleaned. എല്ലാം കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, അതുപോലെ ക്ലീൻഡ് ആയിരിക്കണം. എല്ലാ കാര്യങ്ങളും ഈ ഡിപ്പാർട്ട്മെന്റിനുള്ളിലുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയും അതുപോലെ തന്നെ നല്ല ക്ലീൻ ആയിരിക്കുകയും വേണം. എവറിത്തിങ് ഷുഡ് ബി കറക്റ്റ്ലി മെയിൻറ്റെയിൻഡ് ആൻഡ് ക്ലീൻഡ്. നെക്സ്റ്റ് പോയിന്റ്, proper sanitation and cleanliness that includes rodent control measures should be noticed. എന്താ rodent? RODENT. rodent എന്ന് പറഞ്ഞ എന്താ? rodent. ആരെങ്കിലും ഒന്ന് മെസ്സേജ് ചെയ്തേ, rodent എന്താ?
ഓക്കെ. റോഡന്റ് എന്ന് പറഞ്ഞ എലിശല്യം. അപ്പൊ നമ്മൾ ഈ സാധനങ്ങളൊക്കെ വെക്കും, നമ്മുടെ വീട്ടിലാണെങ്കിലും സ്റ്റോർ റൂമിലൊക്കെ എലിയുടെ ശല്യം ഉണ്ടാവും അല്ലെ. ഇത്രയും ബൾക്കായിട്ട് ഓരോ ചാക്ക് വഴിയാണ് ആ സാധനങ്ങളൊക്കെ നമ്മളവിടെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്തുണ്ടാക്കാം, എലിശല്യൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് അവിടെ സാനിറ്റൈസ് ചെയ്യണം, അതുപോലെ തന്നെ ക്ലീൻ ചെയ്യണം. അപ്പൊ ആ സാനിറ്റേഷൻ ക്ലീൻനെസിന്റെ ഭാഗമായിട്ട് എന്തുകൂടി അതിൽ ഉൾപ്പെടുത്തണം, റോഡന്റ് കൺട്രോൾ മെഷേഴ്സ് ഷുഡ് ബി നോട്ടീസ്ഡ്. എലിശല്യം, എലിയൊക്കെ വന്ന് അതില് ധാന്യങ്ങളും ഇതൊക്കെ വയ്ക്കുന്നതാണല്ലോ. അപ്പൊ അതിലൊക്കെ എലിയൊക്കെ വരാത്ത രീതിയിൽ അപ്പൊ ക്ലീനസില് ആ എലിയുടെ ശല്യം കുറയ്ക്കാൻ അതിനെ കൺട്രോൾ ചെയ്യുന്ന മെഷേഴ്സും കൂടി ഉൾപ്പെടുത്തണം. ഓക്കെ. ഇപ്പൊക്കെ മാറ്റുകൾ ഉണ്ടല്ലോ, എലിനെയൊക്കെ പിടിക്കാനൊക്കെ ഉള്ള മാറ്റുകളുണ്ട്. ഇങ്ങനെ ഗംബാലുള്ളതൊക്കെ നമ്മള് ഇങ്ങനെ ഇത് എടുത്തു വെക്കുമ്പോ അതിനകത്ത് എലിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ സ്റ്റിക്ക് ചെയ്ത് പശയിലും ഇതിങ്ങനെ ഇരിക്കും. അപ്പൊ അങ്ങനെ എന്താ എലിശല്യമൊക്കെ കുറയ്ക്കുന്ന രീതിയിലുള്ള റോഡന്റ് കൺട്രോൾ മെഷേഴ്സ് ഒക്കെ എന്ത് ചെയ്യണം, നമ്മളത് എത്തണം, അവിടെ ചെയ്യണം. അത് ക്ലീൻനെസിന്റെ ഭാഗമായിട്ട് റോഡന്റ് കൺട്രോൾ മെഷേഴ്സും കൂടി അതിൽ ഉൾപ്പെടുത്തണം എന്നാ പറയുന്നത്. പ്രോപ്പർ സാനിറ്റേഷൻ ആൻഡ് ക്ലീൻനെസ് ദാറ്റ് ഇൻക്ലൂഡ്സ് rodent control measures should be noticed. Okay. Next point. Supervisory staff should be ready in the patient kitchen throughout all working hours, and the work schedule should be arranged properly. ഇപ്പൊ ആര് വേണമെന്ന് പറഞ്ഞേ, സൂപ്പർവൈസറി സ്റ്റാഫ് വേണം. ഷുഡ് ബി റെഡി ഇൻ പേഷ്യന്റ് കിച്ചൺ throughout all the working hours. എല്ലാ വർക്കിംഗ് ടൈമിലും. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ വർക്കിംഗ് ടൈമിലും മൊത്തം ആര് വേണം, ഒരു സൂപ്പർവൈസറി സ്റ്റാഫ് വേണം. പേഷ്യൻസ് കിച്ചണില് ഒരു സൂപ്പർവൈസറി സ്റ്റാഫ്, എല്ലാത്തിനും സൂപ്പർവൈസ് ചെയ്യാൻ, എല്ലാത്തിനെയും മേൽനോട്ടം വായിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സൂപ്പർവൈസറി സ്റ്റാഫ് എപ്പോഴും അവൈലബിൾ ആയിരിക്കണം, അവിടെ റെഡി ആയിരിക്കണം എല്ലാ വർക്കിംഗ് അവേഴ്സിലും. ഇടയ്ക്ക് വന്നാൽ പോരാ, അത് മൊത്തം ആ ഇത് ഡയറ്റിയുടെ ആ മൊത്തം വർക്കിംഗ് ടൈം എത്രയാണ്, ആ വർക്കിംഗ് ടൈമിൽ ഉടനീളം ഒരു സൂപ്പർവൈസറി സ്റ്റാഫ് വേണം, റെഡി ആയിരിക്കണം. ആൻഡ് ദ വർക്ക് ഷെഡ്യൂൾ ഷുഡ് ബി അറേഞ്ച്ഡ് പ്രോപ്പർലി. അതുപോലെ വർക്ക് ഷെഡ്യൂള് അറേഞ്ച് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്യണം. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തുടങ്ങണം അല്ലെ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുക്കണമെങ്കിൽ വെളുപ്പിനെ തന്നെ നമ്മൾ അത് തയ്യാറാക്കാനൊക്കെ തുടങ്ങണം. അപ്പൊ എന്ന് പറഞ്ഞാൽ അതിൽ ഷിഫ്റ്റ് ആയിരിക്കും, ടൈമൊക്കെ ഷെഡ്യൂള്, വർക്ക് ഷെഡ്യൂള് ഷിഫ്റ്റ് ഒക്കെ ആയിരിക്കും. അപ്പൊ അത് അങ്ങനെ കറക്റ്റ് ആയിട്ട് ഓരോ ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെ നമ്മൾ പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്യണം. വർക്ക് ഷെഡ്യൂൾ ഷുഡ് ബി അറേഞ്ച്ഡ് പ്രോപ്പർലി. വർക്ക് ഷെഡ്യൂള് പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്യണം. ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. വർക്ക് ഷെഡ്യൂൾ ഷുഡ് ബി അറേഞ്ച്ഡ് പ്രോപ്പർലി. വർക്ക് ഷെഡ്യൂൾ പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്യണം. നെക്സ്റ്റ് നോക്കാം. ദ വാർഡ് ഷുഡ് ബി വിസിറ്റഡ് ബൈ ഡയറ്റീഷ്യൻ എവറി ഡേ. വാർഡ് ഡയറ്റീഷ്യൻ എല്ലാ ദിവസവും എന്ത് ചെയ്യണം, വിസിറ്റ് ചെയ്യണം. The ward should be visited by dietitian every day. എല്ലാ ദിവസവും വാർഡ് ഡയറ്റീഷ്യൻ വിസിറ്റ് ചെയ്യണം. അപ്പൊ പേഷ്യൻസിനോട് നേരിട്ട് ചോദിക്കാലോ, നിങ്ങളുടെ ഫുഡ് കാര്യങ്ങൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലേ. പേഷ്യൻസുമായിട്ട് നല്ലൊരു ഇത് ഡയറ്റീഷ്യന് വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് വാർഡിലൊക്കെ ഡയറ്റീഷ്യൻ എല്ലാ ദിവസവും തന്നെ വിസിറ്റ് ചെയ്യണം. നെക്സ്റ്റ് നോക്കിയേ. സർവീസ് ടൈമിംഗ് ഷുഡ് ബി ഡിറ്റർമിൻ. സർവീസ് സമയം ടൈമിങ് ഡിറ്റർമിൻ ചെയ്യണം, നിശ്ചയിക്കണം. സർവീസ് ടൈമിങ് നിർദ്ദേശിക്കണം. ഇത്ര മുതൽ എത്ര ആ ടൈമിങ്, സർവീസ് ടൈം നിശ്ചയിക്കണം. ഷുഡ് ബി ഡിറ്റർമിൻഡ്. പിന്നെ തന്നേക്കുന്നത് നഴ്സസ് ഷുഡ് എക്സാമിൻ ആൻഡ് ഓവർസീ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മീൽസ് ഇൻ ദ വാർഡ്. വാർഡുകളില് മീൽസ് ഒക്കെ വിതരണം ചെയ്യൂല, ഭക്ഷണം വിതരണം ചെയ്യുമ്പോൾ അത് ഈ നേഴ്സുകള് എക്സാമിൻ ചെയ്യണം, പരിശോധിക്കണം. ആൻഡ് ഓവർസീസ്, അതിന് മേൽനോട്ടം വഹിക്കുകയും ചെയ്യണം. അപ്പൊ മീൽസ് വാർഡിലൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് നേഴ്സ് അതിനെ പരിശോധിക്കുകയും അതിന് മേൽനോട്ടം വഹിക്കുകയും ചെയ്യണം. നേഴ്സസ് ഷുഡ് എക്സാമിൻ ആൻഡ് ഓവർസീ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മീൽസ് ഇൻ ദ വാർഡ്. വാർഡില് മീൽസ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതില് അപ്പോ അതിന് ഒരു നേഴ്സുകള് അത് പരിശോധിക്കുകയും അതിനൊരു മേൽനോട്ടം വഹിക്കുകയും വേണം.
എത്ര പോയിന്റ്സ് ഉണ്ട്? 9 പോയിന്റ്സ് ഉണ്ടല്ലേ. 9 പോയിന്റ്സ് ആയിട്ട് തന്നേക്കുന്ന പോളിസീസ് ആൻഡ് പ്രൊസീജിയർ. അതിനകത്ത് പോയിന്റ്സുകൾ വായിച്ചു നോക്കാം. ഏതെങ്കിലും ക്ലിയർ ആവാത്തതുണ്ടോ എന്നൊന്ന് നോക്കി നിങ്ങള്. ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞേക്കുന്നത്? ഫുഡ് ഐറ്റത്തിന്റെ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ഡയറ്റീഷ്യന് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കണം. പിന്നെ എമർജൻസി പർച്ചേസിനുള്ള അധികാരം ആ ഇൻചാർജുള്ള ഓഫീസറിന് നൽകണം. പിന്നെ ഒരു 3-4 മെമ്പേഴ്സ് അടങ്ങിയ ഒരു ടീം റിസീവ് ചെയ്ത ഫുഡ് പരിശോധിക്കണം. എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ ക്ലീൻഡ് ആയിരിക്കണം. പിന്നെ നെക്സ്റ്റ് പോയിന്റിൽ പറഞ്ഞേക്കണം പ്രോപ്പർ ആയിട്ട് സാനിറ്റേഷൻ ക്ലീനേഴ്സ് ഒക്കെ നടത്തണം. അതിൽ റോഡ് കൺട്രോൾ മെഷേഴ്സിലേക്ക് ജലശല്യം കുറയ്ക്കുന്ന നടപടികളും ആ ക്ലീനസിന്റെ ഭാഗമായിട്ട് അതിൽ ഉൾപ്പെടുത്തണം. പിന്നെ ഒരു സൂപ്പർവൈസറി സ്റ്റാഫ് പേഷ്യൻസ് കിച്ചണില് എല്ലാ വർക്കിംഗ് അവേഴ്സിലും ഉണ്ടായിരിക്കണം. വർക്ക് ഷെഡ്യൂള് പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്യണം. പിന്നെ വാർഡുകള് ഡയറ്റീഷ്യൻ എല്ലാ ദിവസവും വിസിറ്റ് ചെയ്യണം. പിന്നെ അടുത്തതില് സർവീസ് ടൈമിങ് നിശ്ചയിക്കണം. പിന്നെ ഈ മീൽസുകൾ വാർഡില് മീൽസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അത് ഈ നേഴ്സുകള് അത് പരിശോധിക്കുകയും അതിലൊരു മേൽനോട്ടം വഹിക്കുകയും ചെയ്യണം. പോയിന്റ്സുകൾ ഏതെങ്കിലും നിങ്ങൾക്ക് ക്ലിയർ ആവാത്തുണ്ടോ നോക്കി. ഇപ്പൊ നമ്മൾ പറഞ്ഞ 9 പോയിന്റ്സിൽ ഏതെങ്കിലും പോയിന്റ്സ് ആർക്കെങ്കിലും ക്ലിയർ ആവാത്തുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്തിടാം കേട്ടോ. നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. ഈ ഒരു ഡയറ്ററി എന്ന് പറഞ്ഞ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആ ചാപ്റ്ററിൽ എഴുതാം. അതിന് മുന്നേ നിങ്ങളൊന്ന് നോക്കാം ഏതെങ്കിലും പോയിന്റ്സ് നിങ്ങൾക്ക് ക്ലിയർ ആവാത്തിയുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കി ഒന്ന് പറയാം കേട്ടോ. 1-2 പേരെ കൊണ്ട് ഒന്ന് വായിക്കും. നിങ്ങൾക്ക് ഒന്നുകൂടി നമ്മൾ ഇന്ന് എടുത്തത് ഒന്ന് ക്ലിയർ ആവും. ആർക്കെങ്കിലും ഏതെങ്കിലും പോയിന്റ്സ് കിട്ടാനുണ്ടോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സംശയം ഉണ്ടോന്ന് ചോദിച്ചിട്ടില്ല. ക്ലിയർ ആണോന്ന് ചോദിച്ചിട്ടില്ല. അർജുൻ ഇവിടെ കമ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫാത്തിമ കമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് നമുക്ക് 1-2 പേരൊന്ന് വായിക്കാം. ഒന്നുകൂടി ക്ലിയർ ആവും. എന്നിട്ട് ഈ ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതാം കേട്ടോ. ഓക്കെ, റേച്ചൽ ഒന്ന് വായിക്കോ? റേച്ചൽ ജോൺസൺ. നമ്മൾ ആദ്യം എടുത്തതില് ഫങ്ഷൻസിൽ ആദ്യത്തെ ഒരു 5 പോയിന്റ് ഒന്ന് വായിച്ചേ. റേച്ചല് കേൾക്കുന്നില്ലേ? റേച്ചല് കേൾക്കുന്നില്ലേ? പ്രസീത പ്രസീതില്ലേ? പ്രസീത, സുജിത്ത് ഇല്ല? സുമി ഉണ്ടോ? അമൃത ഉണ്ടോ? അമൃത ആ, സുമി ഉണ്ട്. ഓക്കെ ഓക്കെ. എവിടെ പോയിക്കായിരുന്നു സുമി? കുറെ നേരം സുമീനെ വിളിക്കുന്നത്. Organized preventive maintenance program for the equipment. Supply the best food. മനസ്സിലായിട്ടൊന്ന് പറഞ്ഞാലും മതി. പോയിന്റ് വായിച്ചില്ലെങ്കിലും സെന്റൻസ് വായിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടൊന്ന് പറഞ്ഞാൽ മതി. 5 പോയിന്റ്സ് ആയിട്ട് 5 മതി. ഇതിനുള്ള എക്യുപ്മെന്റ്സ് ഓർഗനൈസ് ചെയ്ത് വെക്കുക. ഇതിനെ തടയാൻ വേണ്ടിയുള്ള പ്രിവെന്റീവ് മെയിന്റനൻസ് പ്രോഗ്രാം, എക്യുപ്മെന്റ്സിന്റെ പ്രിവെന്റീവ് മെയിന്റനൻസ് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുക. സപ്ലൈ ദ ബെസ്റ്റ് ഫുഡ് അറ്റ് എ കൺസിസ്റ്റന്റ് കോസ്റ്റ്. ന്യായമായ വിലയിൽ ബെസ്റ്റ് ഫുഡ് പ്രൊവൈഡ് ചെയ്യും.
സ്ഥിരമായിട്ടുള്ള വിലയുണ്ട്. സ്ഥിരമായിട്ട്, അതായത് നമ്മൾ ഒരു ദിവസം ഒരു വില, വേറെ ദിവസം വേറെ വില അങ്ങനെ കൊടുക്കാൻ പാടില്ല. സ്ഥിരമായിട്ടുള്ള ഒരു വിലയിൽ നല്ല ഫുഡ് സപ്ലൈ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞോ. By to specification, receive supplies, check the quantity. നല്ല സപ്ലൈ ചെയ്യുക, ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും. ഫുഡ് നിർദ്ദേശം അനുസരിച്ച് തന്നെ സപ്ലൈകള് റിസീവ് ചെയ്യുക, അതിന്റെ ക്വാണ്ടിറ്റി ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്യുക, സ്റ്റോർ അതുപോലെ തന്നെ പരിശോധിക്കുക. സ്റ്റോർ ഓക്കെ. മേക്ക് പോർഷൻ, അസംബിൾ, ഡിസ്ട്രിബ്യൂട്ട് ഫുഡ്. ഫുഡ് പ്രൊവൈഡ് ചെയ്യുക, ഉണ്ടാക്കുക, അത് എന്തെങ്കിലും അസംബിൾ ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഓക്കെ. Development of recipes according to the nutrition needs of patients. റെസിപ്പീസ് വികസിപ്പിക്കുക, ന്യൂട്രീഷണൽ പേഷ്യൻസിന് വേണ്ടിയുള്ള ന്യൂട്രീഷണൽ നീഡ് അനുസരിച്ചിട്ട് റെസിപ്പി ഡെവലപ്പ് ചെയ്യുക. അതായത് ഓരോ പേഷ്യൻസിന്റെയും നോക്കാം എന്തൊക്കെ ന്യൂട്രീഷൻസ് ആണ്, ന്യൂട്രീഷ്യസ് ഫുഡാണ്, അവരുടെ ഡിസീസ് ഒക്കെ നോക്കിയിട്ട് വേണ്ടതെന്ന് നോക്കി അതനുസരിച്ചിട്ട് ആ ഫുഡിന്റെ റെസിപ്പി ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് അശ്വതി. അശ്വതി ഉണ്ടോ? അശ്വതി നാരായണൻ. To instruct about how diet plays an important role in the treatment of various disease. ഡയറ്റിന്റെ റോൾ അനുസരിച്ച് ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസ്. ശ്രദ്ധിച്ചത് നമ്മുടെ ഡിസീസിന് ട്രീറ്റ്മെന്റിന് ഡയറ്റിന്റെ റോൾ എന്താണെന്നുള്ളതിനെ കുറിച്ച് ഒരു നിർദ്ദേശം കൊടുക്കാം. അപ്പൊ നമ്മളെ ഡിസീസില് ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടല്ലോ, അതിന് ഡയറ്റിന്റെ പങ്ക് എന്താണ്, നമ്മൾ കഴിക്കേണ്ട ഭക്ഷണത്തിന്റെ അത് ഡയറ്റ് ഇതനുസരിച്ച് ബാലൻസ്ഡ് ഫുഡൊക്കെ കഴിക്കണം എന്ന് നമ്മൾ പറഞ്ഞില്ലേ, ഓരോ പേഷ്യൻസിന്റെ ഡിസീസ് അനുസരിച്ച്. To after the everyday diet pattern of patient to meet their needs throughout various diseased condition. രോഗാവസ്ഥയിൽ ഉടനീളം എന്തെങ്കിലും നീഡ്സ് നിറവേറ്റുന്നതിന് ഡയറ്റ് പാറ്റേണിൽ എവരിഡേ ഡയറ്റ് പാറ്റേൺ നമുക്ക് മോഡിഫൈ ചെയ്യുക. അവരുടെ നീഡ്സ് നോക്കിയിട്ട് എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആഡ് ചെയ്തിട്ടൊക്കെ ഡയറ്റ് പാറ്റേൺ, അവർ ഓൾറെഡി അവർക്കൊരു പാറ്റേൺ ഉണ്ടാവില്ല, ഭക്ഷണക്രമം ഉണ്ടാവുമല്ലോ, അതിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ മോഡിഫൈ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. The everyday function of the dietary department is to prepare meals and the snacks for patients who are admitted to the hospital. These meals are prepared by strict guidelines of the physician written orders. അതായത് അഡ്മിറ്റ് ആയ പേഷ്യൻസിന് മീൽസ് ആൻഡ് സ്നാക്സ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക. ഇതാണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻ. Arrange and carry out patient therapy, education and counseling. Arrange and carry out patient therapy. Train dietetics intern. Dietetics എന്ന് പറഞ്ഞാൽ the branch of knowledge concerned with the diet. Okay, branch of knowledge concerned with the diet. ഡയറ്ററ്റിക്സ് ഭക്ഷണത്തെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ. Give direction to nurses, medical and dental students about the principle of nutrition and diet therapy. മെഡിക്കൽ സ്റ്റുഡൻസിന് നിർദ്ദേശം നൽകുക ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റ് തെറാപ്പി. നേഴ്സുകൾക്കൊക്കെ പ്രിൻസിപ്പിൾ ഓഫ് ന്യൂട്രീഷൻ, ഡയറ്റ് തെറാപ്പി എന്നിവയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുക. ഓക്കെ,
collaborate with the medical staff in arranging, preparing and serving experimental metabolic research diet. മെഡിക്കൽ സ്റ്റാഫുമായി സഹകരിക്കുക, പ്രിപ്പയറിംഗ് ചെയ്യാനും സെർവ് ചെയ്യാനും ഡയറ്റിനെ കുറിച്ച് റിസർച്ച് ചെയ്യാനും അതിലൊക്കെ മെഡിക്കൽ സ്റ്റാഫുമായിട്ടൊന്ന് സഹകരിച്ചു പോവുക. To keep good nutritional status of all patients, establish standard for arranging menus, preparing, serving food and managing meals. എല്ലാ പേഷ്യൻസിനും സ്റ്റാറ്റസ് നിലനിർത്തുക, എല്ലാ മാനദണ്ഡങ്ങളും അറേഞ്ച് ചെയ്യാനും അത് പ്രിപ്പയർ ചെയ്യാനും ഫുഡ് സെർവ് ചെയ്യാനും മെയിൽസ് മാനേജ് ചെയ്യാനൊക്കെ അതിന് വേണ്ട ഓരോ മാനദണ്ഡങ്ങളും സ്ഥാപിക്കുക. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഷിജോ അബ്രഹാം. ഷിജോ ഇല്ലേ? പ്രോബ്ലം സിറ്റുവേഷൻ ഏതൊക്കെയാണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാ? ഷിജോ അവിടെ വീഡിയോ ഒക്കെ ഓൺ ആക്കി വെച്ചിട്ടുണ്ട്, ഞാൻ പറയുന്നവരായി നോക്കുന്നു. ഷിജോ എബ്രാഹിം ഇല്ലേ? ആളവിടെ ഉണ്ടല്ലോ. ഷിജോ ജസ്റ്റ് ഒന്ന് പറയാ, നിങ്ങൾക്ക് എന്നാലല്ലേ ഒന്ന് രണ്ട് പേരെ കൊണ്ട് പറയിക്കുമ്പോ ബാക്കിയുള്ളവർക്കും കൂടി ഒന്നുകൂടി അത് ക്ലിയർ ആവുമല്ലോ. ഇല്ല, ഹന ഉണ്ടോ? ഹന ജൂബി വർഗീസ്, ജൂബി ഉണ്ടോ? Yes, ma'am. Okay. Dispute between food service staff and the nursing staff. Food service staffും nursing staffും തമ്മിലുള്ള തർക്കം അവിടെ ഇതാക്കുന്നു. പിന്നെ complaints against the department with regard to the quality of food. ഈ ഡിപ്പാർട്ട്മെന്റില് ഗുണനിലവാരം സംബന്ധിച്ച് ഭക്ഷണത്തിന്റെ ഗുണനിലവാരം സംബന്ധിച്ചുള്ള പരാതികൾ, കംപ്ലൈന്റ്സുകൾ, പിന്നെ കംപ്ലൈന്റുകൾ കേട്ടോ. ഫുഡിന്റെ ക്വാളിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെന്റിന് എതിരെ ഉണ്ടാകുന്ന പിന്നെ ട്രിവിയർ, തെഫ്റ്റ് ആൻഡ് റോബറി ഇൻ ഡിപ്പാർട്ട്മെന്റ്. ഇവിടെ മോഷണവും കവർച്ചയൊക്കെ പിന്നെ ബിഗ് ഫ്രോഡ്സ് ക്യാൻ ഒക്കർ ഇൻ മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. ഇവിടെ മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ വലിയ തട്ടിപ്പുകളൊക്കെ സംഭവിക്കും. പിന്നെ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ്, ഗാർബേജ്, മാലിന്യം കള്ളുകൾ അതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ. ഓക്കെ, വെരി ഗുഡ്. ഇനി ലാസ്റ്റ് പോയിന്റ് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കി. എല്ലാവരും വായിച്ചിട്ട് ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിക്കട്ടോ. അല്ലെങ്കിൽ നമുക്ക് എന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാം, അല്ലെങ്കിൽ ഒരുപാട് സമയം പോകും. ജസ്റ്റ് നമുക്ക് സമയം ഉണ്ടെങ്കിൽ അടുത്ത ചാപ്റ്റർ കൂടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ച. ഇപ്പൊ പറയണ്ടല്ലോ, ഒരു 5 മിനിറ്റ് ഞാൻ 11:30 ആകുമ്പോഴേക്ക് ബ്രേക്ക് തരാം. ട്രീസ മിസ് ഇന്ന് ലീവാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒരു 1/2 മണിക്കൂർ കൂടി ഞാൻ കണ്ടിന്യൂ ചെയ്ത് ക്ലാസ് എടുക്കുവാണ്. ഓക്കെ, പ്രശ്നമില്ലല്ലോ? പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാലും ഞാനിരിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻസ് എഴുതാം നമുക്ക്. ഓക്കെ, വെരി ഗുഡ്. ഷിയാസ് ഇവിടെ നോന്നപ്പോ തന്നെ അടിച്ചിട്ടുണ്ട്, ആർക്കും പ്രശ്നമൊന്നുമില്ല. എന്നാ ക്വസ്റ്റ്യൻസ് എഴുതിയാലോ? ഇനി ലാസ്റ്റത്തെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, വെരി ഗുഡ്. എന്നാ ക്വസ്റ്റ്യൻസ് എഴുതാം നമുക്ക്. ക്വസ്റ്റ്യൻസ് എഴുതിക്കോട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിക്കോ. Dietary service means
ഡാഷ്. എന്താ ഡയറ്ററി സർവീസ്? നമ്മളൊരു ഡെഫിനിഷൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ് തന്നെ. ഡയറ്ററി സർവീസ് മീൻസ് providing, providing, providing food, providing food and drink, providing food and drink to the patient. Dietary service means providing food and drink to the patient. Next question. A nutritious diet, a nutritious, N-U-T-R-I-T-I-O-U-S, nutritious diet. A nutritious diet is one that promotes, P-R-O-M-O-T-E-S, promotes or maintains, M-A-I-N-T-A-I-N-S, maintains dash. A nutritious diet is one that promotes or maintains dash. എന്താണ്? Nutritious diet is one that promotes or maintains dash. Dash എവിടെ എഴുതാ? Good health. Okay, very good. Good health. Good health. Okay. ഇനി അടുത്തത് ഒബ്ജക്റ്റീവ്സ്. അത് ഞാൻ ഇനിയിപ്പോ ഓപ്ഷൻസ് എഴുതി നമുക്ക് ഒരുപാട് ടൈം പോകും, അതുകൊണ്ട് അതിൽ നിന്ന് എഴുതുന്നില്ല. അതിനകത്ത് ഇങ്ങനെ തരാം, ഒബ്ജക്റ്റീവ്സിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതൊക്കെയാണെന്ന് ചോദിക്കാം കേട്ടോ. അപ്പൊ ആ പോയിന്റ്സുകൾ ഒന്ന് നോക്കി വെച്ചാൽ മതി. ഇനിയിപ്പോ വിച്ച് ഓഫ് ദ ഫോളോയിങ് എന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ അതിന്റെ ഓപ്ഷൻസ് തന്നെ ഒരുപാട് ടൈം പിന്നെ അങ്ങനെ കുറെ എഴുതി പോകും. അപ്പൊ അതുകൊണ്ട് ഒബ്ജക്റ്റീവ്സ് നിങ്ങൾ നോക്കിയാൽ മതി. ആ പോയിന്റ്സുകൾ പഠിക്കുക. 6 പോയിന്റ്സ് ഉണ്ട്. അപ്പൊ ഒബ്ജക്റ്റീവ്സിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിപ്പോ. എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, LIFESTYLE, a healthy lifestyle can be obtained by, OBTAINED, obtained by sustaining a dash. A healthy lifestyle can be obtained by sustaining a dash. ഇതിലൂടെ ഒബ്റ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞേക്കുന്നേ? obtained by sustaining a balanced diet. Okay, very good. Balanced diet. നല്ലൊരു ആരോഗ്യകരമായിട്ടുള്ള ജീവിതശൈലി നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് നിലനിർത്തുന്നതിലൂടെ നമുക്ക് നേടാൻ പറ്റും. ബാലൻസ്ഡ് ഡയറ്റ്. Next question. Doctors may, doctors may recommended, RECOMMEN, recommended, RECOMMENED, recommended a dash diet, recommended a dash diet to help manage certain CRTAIL, certain
medical conditions, certain medical conditions, certain medical conditions, medical conditions such as high BP, comma, kidney disease, high BP, kidney disease, or liver disease, or liver disease. Or liver disease. Liver disease. അതായത് ഡയറ്റ് വന്നേ നമ്മള് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയറ്റില് ഹൈ ബി പി ഒന്നും ശ്രദ്ധിച്ചേ. അതാണ് ആ ക്വസ്റ്റ്യൻ അങ്ങനെ ഞാൻ എടുത്തു തന്നത്. നോക്കിയേ, കണ്ടീഷൻ സച്ച് ആസ് ഹൈ ബി പി, അത് തന്നെ അറിയാലോ ബി പി. അപ്പൊ അത് ഹൈ ബി പി ആവുമ്പോ അവിടെ ഏത് ഇതാ പറഞ്ഞേക്കുന്നേ? ലോ സോഡിയം ഡയറ്റ് അല്ലേ? റീനൽ ഡയറ്റ് കിഡ്നിയുടെ ആരോഗ്യത്തിന് സംരക്ഷിക്കുന്നത്. ഓക്കെ, അതും നമ്മള് ബി പി ഈ സോഡിയത്തിന്റെ അളവ് കുറച്ചുകൊണ്ടുള്ള ഡയറ്റ്, അതും ഹൈ ബി പിക്കും കിഡ്നി ഡിസീസ്, ലിവർ ഡിസീസ് ഇത് ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഇത് നോക്കിയാൽ മതി. ഹൈ ബി പി എന്നുണ്ടെങ്കിൽ തന്നെ വേറെ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. അതിന്റെ കൂടെ എക്സ്ട്രാ വന്നെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ തന്നെ എഴുതാം ലോ സോഡിയം ഡയറ്റ് എന്ന് എഴുതാം കേട്ടോ. ലോ സോഡിയം ഡയറ്റ്, ലോ സോഡിയം. പിന്നെ ഓപ്ഷൻസ് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമ്മുടെ ഓപ്ഷൻസില് നമ്മൾ കിഡ്നി ഡിസീസ് എന്നാണ് കറക്റ്റ് ഉള്ളത്. ബാക്കി വേറെ ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് അത് എഴുതാം. ഇതിനകത്ത് ഫസ്റ്റ് തന്നെ ഹൈ ബി പി എന്നുണ്ട്. അപ്പൊ ഹൈ ബി പി കൂടുതലുള്ളവർക്ക് പറയുന്നത് ലോ സോഡിയം ഡയറ്റ് ആണ്. അത് കറക്റ്റ് എഴുതാം കേട്ടോ, ലോ സോഡിയം ഡയറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചതാണ്. ഞാൻ അന്നേരം പറഞ്ഞായിരുന്നു ഈ ക്വസ്റ്റ്യൻ. എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എഴുതുമ്പോ തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എഴുതിക്കോ. വിച്ച് ഡിപ്പാർട്ട്മെന്റ് ഈസ് responsible for the quality responsible for the quality and quantity of food supplied in hospitals. Which department is responsible for the quality and quantity of food supplied in hospital? Options ഉണ്ട്. എഴുതിക്കോ. നഴ്സിംഗ്, ഓപ്ഷൻ എയില് നഴ്സിംഗ്. ഇത് പ്രീവിയസ് ഇയറിൽ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് കേട്ടോ. നഴ്സിംഗ്, NURSING, നഴ്സിംഗ്. ഓപ്ഷൻ ബിയിൽ തന്നിരുന്നത് അഡ്മിനിസ്ട്രേഷൻ. ഓപ്ഷൻ സിയില് ഫിനാൻസ്, FINANCE, ഫിനാൻസ്. ഓപ്ഷൻ ഡിയില് ഇൻപേഷ്യന്റ് കാറ്ററിംഗ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. പിന്നെ അതുപോലെ തന്നെ സ്റ്റാഫിങ്ങിന്റെ വേണ്ടല്ലോ. ഇത് പിന്നെ സ്റ്റാഫിങ്ങിന് സംബന്ധിച്ച് ഓർഗാനോഗ്രാം കറക്റ്റ് ചെയ്താന്നുള്ളത് ഇനി തരുന്നില്ല. മോക്ക് ടെസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ലൊക്കേഷനിലും ഇട്ടിട്ടുണ്ടായിരുന്നു. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ബി ലൊക്കേറ്റഡ് ഓൺ ഡാഷ് ഫ്ലോർ എന്ന്
ഗ്രൗണ്ട് ഫ്ലോർ, അത് രണ്ടും ഒക്കെ മോക്ക് ടെസ്റ്റ് തന്നിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് വീണ്ടും ഈ ക്വസ്റ്റ്യൻ എഴുതുന്നില്ല. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ നിങ്ങള്. Inpatient catering deals with the provision of meals to the patients deals with the provision of meals to the patient who are dash in the hospital. Inpatient catering deals with the provision of meals to the patient who are dash in the hospital. എന്താ പറഞ്ഞ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ളവർക്ക് admitted admitted in the hospitals. Next question. Development of recipes, recipes, development of recipes according to the dash of patients. Development of recipes, recipes, according to the development of recipes according to the dash of patients. Nutritional needs. Next question. In dietary department, meals are prepared by strict guidelines of the dash. That in dietary department meals are prepared by strict guidelines of the dash. Guidelines in dietary department meals are prepared by strict guidelines of the physician return order. അനുസരിച്ച് വേണം meals prepare ചെയ്യാൻ. Physician's return order. Next question. Dash is liable. Dash is labeled for the quantity and quality of food items. Dash is labeled for okay, very good. Dietitian is labeled for the quantity and quality of food items.
Last question. The everyday function of the dietary department, the everyday function of the dietary department is to prepare dash for patients. The everyday function of the dietary department is to prepare dash for patients. Okay, meals. Prepare meals for patients. Meals and snacks. എന്തായാലും കുഴപ്പമില്ല, നിങ്ങൾ ഓപ്ഷൻസ് നോക്കി ആൻസർ എഴുതണം കേട്ടോ. ഫുഡ് എന്നാണെങ്കിൽ അങ്ങനെ ഓപ്ഷൻ കൊടുക്കാം. മീൽസ് എന്നാണ് ഓപ്ഷനിൽ കറക്റ്റ് കിടക്കണമെങ്കിൽ അത് എഴുതാം. സ്നാക്സ് എന്നാണെങ്കിൽ അത് ഏതാന്ന് വെച്ചാൽ ഓപ്ഷൻ നോക്കി ആൻസർ എഴുതുക. എന്തായാലും നിങ്ങൾക്ക് അറിയാലോ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻ എന്താണ്, ഓപ്ഷൻ നോക്കി എഴുതിയാൽ മതി. ദ എവരിഡേ ഫംഗ്ഷൻ ഓഫ് ദ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഈസ് ടു പ്രിപ്പയർ മീൽസ് ഫോർ പേഷ്യൻസ്. ഏത് ഫുഡുമായിട്ട് ബന്ധപ്പെട്ട ഫുഡ് എന്ന് വേണമെങ്കിൽ തരാം, അതിന് പകരം മീൽസ് എന്ന് വേണമെങ്കിൽ തരാം, സ്നാക്സ് എന്ന് വരാം, ഏതായാലും കറക്റ്റ് ആണ്. അപ്പൊ ഓപ്ഷൻ നോക്കി ആൻസർ എഴുതാം. ഓക്കെ, ഇനി ലാസ്റ്റ് നമ്മൾ എടുത്തതിന്റെ അത് ഇല്ലാന്നല്ല കേട്ടോ. അപ്പൊ അത് ഓപ്ഷൻസ് ഒക്കെ എഴുതി പിന്നെയും കുറച്ച് സമയം പോകും. ഇപ്പൊ കൊമേഴ്ഷ്യൽ കാറ്ററിംഗിന്റെ കീഴിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. പിന്നെ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. പ്രോബ്ലം ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് അതൊക്കെ ഇമ്പോർട്ടന്റ് ആട്ടോ. പ്രോബ്ലം സിറ്റുവേഷൻ ചോദിച്ചിട്ടുണ്ട്. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഏതൊക്കെയാണ്, പ്രോബ്ലംസിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. പിന്നെ പോളിസീസ് ആൻഡ് പ്രൊസീജിയർ അതൊക്കെ ഇന്നത്തെ മോക്ക് ടെസ്റ്റിലേക്ക് ഇട്ടേക്കാം. അതാണ് ആ ഭാഗത്ത് പിന്നെ ഞാൻ ഇടാത്തെ. ഇന്നൊരു 5 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരുമല്ലോ, അപ്പൊ ഈ ഭാഗത്ത് നിന്ന് ഇടാം. ഇനിയിപ്പോ നിങ്ങൾ എല്ലാവരും പോയി ഒരു ഇത്തിരി വെള്ളം കുടിച്ചിട്ട് വേഗം വാ. ഇവിടെ 49 പേരുണ്ട്. ഇത് കഴിയുമ്പോ അത്രയും കുട്ടികൾ തന്നെ വേണം കേട്ടോ. 1 മിനിറ്റ് ഇത്തിരി വെള്ളം എന്തെങ്കിലും കുടിക്കാം. ഇനി അടുത്തൊരു ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആരും സ്കിപ്പ് ചെയ്യരുത്. ഡയാലിസിസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. ഇതിനായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസും 2-3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ വരും. എന്നുവെച്ചാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡയാലിസിസ്. അതുകൊണ്ട് ഇപ്പൊ വെള്ളം കുടിക്കാൻ പോയവര് ഇനി തിരിച്ചിപ്പോ തന്നെ വരാതിരിക്കരുത്. നിങ്ങൾ കണ്ടിന്യൂസ് ഇരിക്കുമ്പോൾ നിങ്ങൾ മടുക്കുമല്ലോ എന്ന് വെച്ചിട്ടാണ്. ജസ്റ്റ് പോവുക, ഒന്ന് എണീക്കുക, ഇത്തിരി വെള്ളം കുടിക്കുക, ഒന്ന് മുഖം കഴിയണമെങ്കിൽ ഒന്ന് ഫ്രഷ് ആവുക, വേഗം വരാം. ഈ 48 പേര് ഇപ്പൊ ഇവിടെ കാണുന്നുണ്ട്. 47 ഇപ്പൊ. ഓക്കെ, അപ്പൊ എല്ലാവരും തന്നെ ജോയിൻ ചെയ്യണം കേട്ടോ. ഇനി കട്ട് ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഒന്ന് പോയി നിങ്ങൾ വെള്ളം കുടിച്ചിട്ട് വേഗം വരിക. ഞാൻ ചോദിക്കാം ഓക്കെ ആയെന്ന് ചോദിക്കുമ്പോ ജസ്റ്റ് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. പുതിയ ചാപ്റ്റർ ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് പ്രത്യേകം പറയാം. വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. ഇതിന് എക്സാംസിന് മറ്റു ചാപ്റ്ററിനെ വെച്ച് ക്വസ്റ്റ്യൻസ് കൂടുതൽ ഇതിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ് ഡയാലിസിസ്. ഓക്കെ, വേഗം പോയി വെള്ളം കുടിച്ചിട്ട് വേണ്ട. ഓക്കെ.
എല്ലാവരും എത്തിയോ? യെസ് മാം. എത്തിയോ? ആരെങ്കിലൊക്കെ വരാനുണ്ടോ? 2 മിനിറ്റ് ആയല്ലോ, 2 മിനിറ്റ് ആയിരുന്നു. ഓക്കെ, എന്നാ നമുക്ക് അടുത്ത ചാപ്റ്റർ ആണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. ഡയാലിസിസ് സർവീസ്. ആരും പോയിട്ടില്ലല്ലോ അല്ലെ? എല്ലാവരും ഇല്ലേ ക്ലാസ്സില്? ഓക്കെ, ഞാൻ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഇപ്പൊ എല്ലാവരും വേഗം ഇവിടെ നിന്ന് ബോറടിക്കണ്ടാവും. ആർക്കെങ്കിലും ബോറടിക്കണ്ടാവും? ഇല്ല അല്ലെ? ഓക്കെ, ബോറടിക്കെങ്കിൽ പറയണോട്ടാ. മിനിറ്റ്, ഞാനൊന്ന് അഡ്മിറ്റ് ചെയ്തിട്ടെ. ആർക്കെങ്കിലും ബോറടിക്കണ്ടോ ഈ കൂട്ടത്തില്? ഇല്ല മാം. ഓക്കെ, എല്ലാവരും ഫ്രഷ് ആയിട്ട് ഇരിക്കാം. പുതിയ ചാപ്റ്റർ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിടാം. മതി. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ പ്രിന്റ് നോട്ട് എടുത്തിട്ടുണ്ടാവില്ല. ഇന്നിപ്പോ രാവിലെ തന്നെയാണ് മിസ്സിന് വയ്യ, അപ്പൊ അതുകൊണ്ട് ലീവ് പറഞ്ഞത്. ഇന്ന് ഞാൻ കണ്ടിന്യൂ ചെയ്തെടുത്തോളാം, കുഴപ്പമില്ല. നിങ്ങളുടെ ക്ലാസ് കളയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഇപ്പൊ അടുത്ത ചാപ്റ്റർ. അതുകൊണ്ടാട്ടോ കഴിഞ്ഞ ദിവസം പറയാത്തത്. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഡയറക്ടറി തീർക്കാം, ക്വസ്റ്റ്യൻസ് തരാം എന്നുള്ള രീതിയിലായിരുന്നു. അപ്പൊ പെട്ടെന്ന് രാവിലെ മിസ്സിന് വയ്യാത്തതുകൊണ്ട് ലീവ് പറഞ്ഞുകൊണ്ട് ഞാൻ ആ കണ്ടിന്യൂ ചെയ്തെടുക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അടുത്ത ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾ ഇതിന്റെ പ്രിന്റഡ് നോട്ട് എടുക്കുക. നമ്മൾ എടുക്കുന്നത് ഡയാലിസിസ് എന്ന് പറഞ്ഞ ചിലരൊക്കെ കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ടില്ലേ ഡയാലിസിസ്? നോട്ട് ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്. നോട്ട് ഉള്ളവർ എടുക്കാം. ഡയാലിസിസ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ചിലപ്പോ നിങ്ങളുടെ വീട്ടിലുള്ളവരോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ആരെങ്കിലും ഒക്കെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടാവാം. ഉണ്ടാവും നമ്മുടെ കൂട്ടത്തില് ആരെങ്കിലും വീട്ടിലോ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഒക്കെ ഡയാലിസിസ് ചെയ്യുന്നവര്? അയന ഷിബു എസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കാട്ടോ. നിങ്ങളുടെ റിലേറ്റീവ്സ് ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിക്കാലോ അവരോട്, ഏത് ഡയാലിസിസ് ചെയ്യുന്നേ, എന്തൊക്കെയാണ് പ്രൊസീജിയർ, എന്താണ്, അതൊക്കെ ഡയറക്റ്റ് ചോദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ചോദിക്കുക. നമുക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ ഒരു ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആണ്. കുറച്ച് ഇതുപോലെ പഠിക്കാനുള്ളതാണ്. നിങ്ങളുടെ ഹോസ്പിറ്റലിന്റെ ഒരു ശരിക്കും ഡിപ്പാർട്ട്മെന്റിന് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇത് തന്നെയാണ് ഡയാലിസിസ് സർവീസ് എന്ന് പറയുന്നത്. ഡയാലിസിസ് പറയുന്നേക്കാളും മുന്നേ നമുക്ക് കിഡ്നി എന്താണെന്ന് അറിയാലോ. കിഡ്നി എന്താ മലയാളം? കിഡ്നി എന്ന് പറഞ്ഞാൽ കിഡ്നി അറിയാലോ, നമ്മുടെ ഒരു ഇമ്പോർട്ടന്റ് ഓർഗൻ ആണ്. എക്സ്ക്രീറ്ററി സിസ്റ്റത്തിലെ ഒരു ഓക്കെ വൃക്കകളാണ് കേട്ടോ. വൃക്ക, കിഡ്നി എന്ന് പറഞ്ഞാൽ വൃക്കകളിലാണ് കിഡ്നി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സ്ക്രീറ്ററി ഓർഗൻ ആണ്, അല്ലെങ്കിൽ വിസർജന അവയവമാണ് കിഡ്നി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വൃക്കകൾ. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിസർജന അവയവമാണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് എക്സ്ക്രീറ്ററി ഓർഗൻ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിസർജന അവയവമാണ് ഈ കിഡ്നീസ് അല്ലെങ്കിൽ ഈ വൃക്കകൾ എന്ന് പറയുന്നത്.
അപ്പൊ അതിനകത്ത് നമുക്ക് പറയാം മനുഷ്യ ശരീരത്തിലെ ഫിൽറ്റർ എന്നറിയപ്പെടുന്ന മനുഷ്യ ശരീരത്തിലെ ഫിൽറ്റർ അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്നത് ഈ വൃക്കകളാണ്. മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്നത് വൃക്കകളാണ്. അപ്പൊ ഈ വൃക്കകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ രണ്ട് ബീൻ ഷേപ്പ് ഓർഗൻ ആണ്. ബീൻ ഷേപ്പ് പൈറവിത്തിന്റെ ആകൃതിയിൽ ഇരിക്കുന്ന കണ്ടിട്ടുണ്ടാവും, പിക്ചറെങ്കിലും കണ്ടിട്ടുണ്ടാവും അല്ലെ? വൃക്കകളുടെ പടം കണ്ടിട്ടുണ്ടാവില്ലേ നിങ്ങള്? എന്ന് വെച്ചാൽ ബീൻസ് ഷേപ്പിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ പൈറവിത്തിന്റെ ആകൃതിയിൽ ഇരിക്കുന്ന ഓർഗൻ ആണ്. അത് ഓരോന്നിനും നമ്മുടെ ഫിസ്റ്റ്, നമ്മുടെ കൈമുഷ്ടിയുടെ വലുപ്പമായിട്ടുള്ളത് ഫിസ്റ്റ്, FIST, മുഷ്ടി. നമ്മുടെ ഈ മുഷ്ടി ചുറ്റിപ്പിടിച്ച എത്രയുണ്ട് അത്രയായിരിക്കും ഓരോരുത്തരുടെയും വൃക്കയുടെ സൈസ് എന്ന് പറയുന്നത്. ഷേപ്പ് ഏതാണ്? ബീൻ ഷേപ്പ് ഓർഗൻ ആൻഡ് ഈച്ച് അബൌട്ട് ദ സൈസ് ഓഫ് യുവർ ഫിസ്റ്റ്. നമ്മുടെ ഫിസ്റ്റിന്റെ അല്ലെങ്കിൽ കൈമുഷ്ടിയുടെ വലുപ്പത്തിലുള്ള ഒരു ഓർഗൻ ആണ് വൃക്കകള്. ദേ ആർ ലൊക്കേറ്റഡ്. ഇനി ഇത് എവിടെ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് റിബ്കേജ്, നമ്മുടെ വാരിയെല്ലുകളില്ലേ, വാരിയെല്ലിന്റെ പുറകേലായിട്ട് ബിലോ ദ റിബ്കേജ് വൺ ഈച്ച് സൈഡ് ഓഫ് യുവർ സ്പൈൻ. സ്പൈൻ എന്ന് പറഞ്ഞാൽ എന്താ? നട്ടെല്ല്. നട്ടെല്ലിന്റെ വാരിയെല്ലുകൾക്ക് പുറകുവശത്തായിട്ട് നട്ടെല്ലിന്റെ ഇരുവശത്തുമായിട്ടാണ് ഈ വൃക്കകൾ സ്ഥിതി ചെയ്യുന്നത്. ബാക്കില് നമ്മുടെ വാരിയെല്ലുകൾക്കൊക്കെ പുറകെ വശത്തായിട്ട് നട്ടെല്ലുകളുടെ ഇരുവശത്തുമായിട്ടായിരിക്കും അതിന്റെ ലൊക്കേഷൻ. അതൊന്ന് നോക്കണം കേട്ടോ. ജസ്റ്റ് ബിലോ ദ റിബ്കേജ് വൺ ഈച്ച് സൈഡ് ഓഫ് യുവർ സ്പൈൻ. നട്ടെല്ല് സ്പൈനിന്റെ രണ്ട് വശത്തുമായിട്ട് ഈ റിബ്കേജിന്റെ ബാക്കിലായിരിക്കും ഇത്. അപ്പൊ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ അത് പറഞ്ഞത് ഒന്ന് നിങ്ങൾ ഇത്ര ഓർക്കാം. എക്സ്ക്രീറ്ററി സിസ്റ്റത്തിലെ ഇമ്പോർട്ടന്റ് ഓർഗൻ ആണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഓർഗൻ ഓഫ് എക്സ്ക്രീറ്ററി സിസ്റ്റം. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഓർഗൻ ഓഫ് എക്സ്ക്രീറ്ററി സിസ്റ്റം. വിസർജന വ്യവസ്ഥ. വിസർജന വ്യവസ്ഥയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓർഗൻ ആണ്. എക്സ്ക്രീറ്ററി സിസ്റ്റത്തിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓർഗൻ ആണ് ഈ കിഡ്നി അല്ലെങ്കിൽ വൃക്ക. മലയാളത്തിൽ പറയും വൃക്കകള്. നമ്മുടെ ഫിൽറ്റർ ഓർഗൻ ആണ്. മനുഷ്യ ശരീരത്തിലെ ഫിൽറ്റർ ആണ്. ടോക്സിൻസുകളൊക്കെ ബ്ലഡിൽ നിന്നുള്ള ടോക്സിൻസുകളൊക്കെ ശുദ്ധീകരിക്കുന്ന അവയവമാണ് കേട്ടോ ഫിൽറ്റർ. FILTER. ടോക്സിൻസ് ശുദ്ധീകരിക്കുന്ന ഒരു അവയവമാണ്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നോട്ട് ചെയ്താൽ മതി. ഫിൽറ്റർ എന്ന് അറിയപ്പെടുന്നത് ഫിൽറ്റർ, FILTER. ഫിൽറ്റർ ചെയ്യുന്ന ഒരു ഓർഗൻ ആണ് വൃക്കകള്. പിന്നെ ബീൻ ഷേപ്പ് എഴുതി വെച്ചാൽ മതി. ബീൻ ഷേപ്പ്, BEAN. ഏത് ഷേപ്പ് ആണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. ബീൻ ഷേപ്ഡ് ഓർഗൻ. ബീൻ ഷേപ്ഡ് ഓർഗൻ. ഇനി അതിന്റെ സൈസ് ഓഫ് എ ഫിസ്റ്റ്, FIST. ഫിസ്റ്റിന്റെ കൈ മുഷ്ടിയുടെ വലുപ്പം. സൈസ് ഓഫ് എ ഫിസ്റ്റ്. സൈസ് ഓഫ് എ ഫിസ്റ്റ്, FIST. പിന്നെ അതിന്റെ സെക്കൻഡ് പോയിന്റ് എന്താ പറഞ്ഞേ? നമ്മള് ഫസ്റ്റ് പറഞ്ഞു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഓർഗൻ ഓഫ് എക്സ്ക്രീറ്ററി സിസ്റ്റം. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഓർഗൻ ഓഫ് എക്സ്ക്രീറ്ററി സിസ്റ്റം. ഫിൽറ്റർ ചെയ്യുന്ന ഓർഗൻ ആണ്. ഫിൽറ്റർ ഓർഗൻ ഓഫ് ദ ബോഡി. ഫിൽറ്റർ ചെയ്യുന്നത് FILTER. മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്നത് കിഡ്നീസ് ആണ്, കിഡ്നികളാണ്. മനുഷ്യ ശരീരത്തിലെ അരിപ്പ. ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മതി. പിന്നെ ഷേപ്പാ പറഞ്ഞത് ബീൻ ഷേപ്പാന്ന് പറഞ്ഞു. BEAN. പയർവിത്തിന്റെ ആകൃതിയാണ്. ബീൻ ഷേപ്ഡ് ഓർഗൻ ആന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് അതിന്റെ സൈസാ പറഞ്ഞത്. About the size of the fist. About the size of a fist, FIST. ഒരു കാര്യം കൂടി അതിന്റെ കൂടെ നോട്ട് ചെയ്തോ. അതിന്റെ എവിടെയാണ് അതിന്റെ ലൊക്കേഷൻ? അതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ് കേട്ടോ. ലൊക്കേഷൻ എവിടെയായിരുന്നു എന്നുള്ളത്. ജസ്റ്റ് ബിലോ ദ റിബ്കേജ്. ജസ്റ്റ് ബിലോ ദ റിബ്കേജ്. റിബ് കേജ്, RIB. റിബ് കേജ്, CAGE. വാരിയല്ല്, കേജ്. ജസ്റ്റ് ബിലോ ദ റിബ് കേജ്. വൺ ഓൺ ഓരോന്നും. വൺ
on each side of your spine. One on each side of your spine. നമ്മുടെ സ്പൈനിന്റെ നട്ടെല്ലിന്റെ ഇരുവശത്തുമായിട്ട് റിബ്കേജിന്റെ തൊട്ട് പിറകില് നട്ടെല്ലിന്റെ ഇരുവശത്തുമായിട്ടാണ് ഈ വൃക്കകളുടെ പൊസിഷൻ. ഇത്രയും കാര്യം നമ്മൾ ആദ്യം ഓർഗൻ എന്ന് പറയാം. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഓർഗൻ ഓഫ് എക്സ്ക്രീറ്ററി, EXCRETORY, എക്സ്ക്രീറ്ററി സിസ്റ്റം, വിസർജന വ്യവസ്ഥ, എക്സ്ക്രീറ്ററി സിസ്റ്റം. നമ്മുടെ ത്വക്കുകളൊക്കെ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ വരുന്നതല്ലേ. അതിനകത്ത് ഒരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഓർഗൻ ആണ് ഈ കിഡ്നി എന്ന് പറഞ്ഞത്. നമ്മുടെ വിസർജന വ്യവസ്ഥയിലെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിസർജന അവയവമാണ് കിഡ്നി എന്ന് പറഞ്ഞു. അത് ഫിൽറ്റർ ഓർഗൻ ആണെന്ന് പറഞ്ഞു. മനുഷ്യ ശരീരത്തിലെ ടോക്സിൻസ് ശുദ്ധീകരിക്കുന്ന ഒരു ഓർഗനാണ്, ഫിൽറ്റർ ഓർഗനാണ്. മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന വൃക്കകളാന്ന് പറഞ്ഞു. ബീൻ ഷേപ്പ് ആണെന്ന് പറഞ്ഞു. അതിന്റെ സൈസ് എന്ന് പറഞ്ഞ ഫിസ്റ്റ്, കൈ മുഷ്ടിയുടെ വലുപ്പാന്ന് പറഞ്ഞു. പിന്നെ അത് ലൊക്കേഷൻ എവിടെയാണ്? അത് നമ്മുടെ ഈ റിബ്കേജിന്റെ പിറകിലായിട്ട് സ്പൈൻ, നട്ടെല്ലിന്റെ ഇരുവശത്തുമായിട്ടാണ് ഓരോ വൃക്കകളും വെച്ചിരിക്കുന്നത്. എത്രണ്ണം ഉണ്ട്? 2 ഉണ്ട് അല്ലെ? 2 വൃക്കകളില്ലേ നമുക്ക്. അപ്പൊ 2 കിഡ്നി ഉണ്ട്. അപ്പൊ കിഡ്നി ഓരോന്നും ഈ നട്ടെല്ലിന്റെ 2 വശത്തുമായിട്ടാണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. ഇത്രയാണ് നമ്മൾ കിഡ്നിയെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താ പറയാം, നമ്മൾ പറഞ്ഞല്ലോ അപ്പൊ നമ്മുടെ ശരീരത്തിൽ ടോക്സിൻസ് ശുദ്ധീകരിക്കുന്ന ഒരു അവയവമാണ് കിഡ്നി എന്ന് പറഞ്ഞു. ഇനി നമുക്ക് വല്ല പ്രമേഹോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ഹൈ BP, ബ്ലഡ് പ്രഷർ ഒക്കെ കൂടി കഴിഞ്ഞാൽ പാരമ്പര്യ രോഗങ്ങള് എന്നിവയൊക്കെ കാരണം ഈ കിഡ്നിക്ക് എന്തെങ്കിലും ഡിസീസ് വരാം. എന്തെങ്കിലും കിഡ്നി ഫെയിലിയർ ആവാം. എന്തൊക്കെ നമ്മൾ പറഞ്ഞ ഇൻഫെക്ഷൻ വന്നിട്ട് കിഡ്നി ഫെയിലിയർ ആവാം. അല്ലെങ്കിൽ പ്രമേഹം, ഷുഗർ കൂടിയൊക്കെ കഴിഞ്ഞ് കിഡ്നിയിലൊക്കെ വന്നു കഴിഞ്ഞാല് അങ്ങനെ നമുക്ക് കിഡ്നിക്ക് ഫെയിലിയർ ആവാം. ഹൈ BP അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടുണ്ടാകുന്ന രോഗങ്ങൾ എന്നിവയൊക്കെ മൂലം നമ്മുടെ കിഡ്നിക്ക് ഫെയിലിയർ വരാം. അല്ലെങ്കിൽ വൃക്കാസ്തംഭനം എന്ന് പറയും. വൃക്കാസ്തംഭനം, കിഡ്നി ഫെയിലിയർ വരാം. അപ്പൊ അങ്ങനെ വൃക്കാരോഗമുള്ളവരില് അവരുടെ രോഗമൊക്കെ കൂടി കഴിയുമ്പോൾ ഇപ്പൊ ഏത് കാരണം കൊണ്ടും ആയിട്ട് അപ്പൊ കാലക്രമേണ ആ കിഡ്നി ഫെയിലിയർ കൂടി എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ എന്ന് പറയും. ആ കിഡ്നി ഫെയിലിയർ മൂർച്ഛിച്ചിട്ട് അത് കൂടി എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയറിലേക്ക് വരാം. അപ്പൊ ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഈ ഡയാലിസിസ് ചെയ്യുന്നത്. അപ്പൊ എന്ന് പറഞ്ഞ ഈ ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞാല് ഈ പേഷ്യന്റിന് 2 ചോയ്സ് മാത്രമേ ഉള്ളൂ. ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം, അപ്പൊ കിഡ്നിക്ക് നോർമൽ ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ലല്ലോ. കിഡ്നി ഫെയിലിയർ ഒക്കെ വന്നിട്ട് കിഡ്നിക്ക് എന്തെങ്കിലും ഡാമേജ് ഒക്കെ വന്നു കഴിഞ്ഞാല് കിഡ്നിക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. ഈ കിഡ്നിയുടെ ഫങ്ഷൻ എന്താ? നമ്മുടെ ബ്ലഡിൽ നിന്ന് യൂറിയ, ലവണങ്ങള്, വേസ്റ്റുകള് ഇതൊക്കെ റിമൂവ് ചെയ്യുന്ന, ഫിൽറ്റർ ചെയ്യുന്ന ഓർഗൻ ആണ് കിഡ്നി എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള എന്തെങ്കിലും കാരണം, ഇപ്പൊ പ്രമേഹം കൂടിയിട്ടോ ഹൈ BP കൂടിയിട്ടോ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് കിഡ്നിക്ക് അതിന്റെ ഫങ്ഷൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരാം. ആ ഒരു സാഹചര്യത്തിലാണ് ഡയാലിസിസ്. അപ്പൊ എന്ന് പറഞ്ഞ പേഷ്യന്റിന്റെ ജീവൻ നിലനിർത്തണമെങ്കിൽ കിഡ്നിക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ ആ സാഹചര്യത്തില് പേഷ്യന്റിന് അവരുടെ ജീവൻ നിലനിർത്തണമെങ്കിൽ 2 ഓപ്ഷനേ ഉള്ളൂ ഓർക്കണം മുന്നില്. ഒന്നില്ലെങ്കിൽ ഡയാലിസിസ് ചെയ്യണം, ഡയാലിസിസ് ചെയ്യുക എന്നുള്ളത്. അല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വരും. നമ്മുടെ മാച്ച് ആയിട്ടുള്ള, സ്യൂട്ടബിൾ ആയിട്ടുള്ള, നമ്മുടെ ബോഡിയോട് മാച്ച് ചെയ്യുന്ന കിഡ്നി ഉണ്ടെങ്കിൽ അത് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുക. ഈ 2 ഓപ്ഷൻ മാത്രമേ അപ്പൊ പേഷ്യന്റ് മുന്നിലുള്ളൂ. ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഡയാലിസിസ് ചെയ്യുക. അത് എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ ആണെങ്കിൽ അപ്പൊ നോർമൽ ഫംഗ്ഷനേക്കാളും അതൊക്കെ ഡീറ്റെയിൽ പഠിക്കാണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത്. അപ്പൊ എന്ന് പറഞ്ഞാൽ നോർമൽ ഫംഗ്ഷൻ ചെയ്യുന്നതിന് വെച്ച് ഒരു 10-15% ഒക്കെ കിഡ്നിക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളെങ്കിൽ അതിനാണ് എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ എന്ന് പറയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ പേഷ്യന്റിന്റെ ജീവിത അവസാനം വരെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കണം. അത് ഒക്കെ പല ടൈപ്പ് ഇതൊക്കെ ഉണ്ട്, ഡ്യൂറേഷൻ ഒക്കെ ഉണ്ട്, അതൊക്കെ ഡീറ്റെയിൽ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ പേഷ്യന്റിന് എന്ത് ചെയ്യണം, ജീവൻ നിലനിർത്തണമെങ്കിൽ പിന്നെ ജീവിത അവസാനം വരെ ഡയാലിസിസ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുക എന്നുള്ളത്.
ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. എന്താ ഡയാലിസിസ് എന്ന് പറയുന്നത്? വൃക്കാരോഗമുള്ളവരില് അവരുടെ രോഗം കൂടിക്കഴിയുമ്പോൾ കിഡ്നിക്ക് നോർമൽ ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. ആ ഒരു സാഹചര്യത്തില് ഒരു പ്രോസസ്സിലൂടെ ഈ ബ്ലഡിൽ ഉണ്ടാകുന്ന വേസ്റ്റുകളൊക്കെ പുറത്തേക്ക് കളയുന്നതിനെയാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. ഒന്നുകൂടി ഞാൻ പറയാം, ശ്രദ്ധിക്കാം. വൃക്കാരോഗമുള്ളവരില് അവരുടെ രോഗം കൂടിക്കഴിയുമ്പോൾ കിഡ്നിക്ക് നോർമൽ ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ? കിഡ്നിക്ക് എന്താ പറയാ, അവരുടെ കിഡ്നി ഡിസീസ് ഉള്ളവരില് അവരുടെ രോഗം കൂടി കഴിയുമ്പോൾ കിഡ്നിക്ക് നോർമൽ ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. ആ ഒരു സാഹചര്യത്തില് എന്ത് ചെയ്യണം? കിഡ്നിയുടെ ഫങ്ഷൻ ചെയ്യണ്ടേ? അല്ലെങ്കിൽ ആൾക്കാരുടെ ജീവൻ നഷ്ടമാവും. കിഡ്നി എന്താ ചെയ്യുന്നത്? നമ്മളെ ബ്ലഡിൽ നിന്ന് യൂറിയ, ലവണങ്ങള്, അധികമുള്ള എക്സസ് വാട്ടർ എന്നിവയൊക്കെ റിമൂവ് ചെയ്യുന്നത് കിഡ്നിയാണ്. അപ്പൊ കിഡ്നിക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നു? ഒരു പ്രോസസ്സിലൂടെ ഈ വേസ്റ്റ് പുറത്ത് കളയാണ്. ഒരു പ്രോസസ്സിലൂടെ, അതായത് കിഡ്നി ചെയ്യുന്ന അതേ ഒരു ഫങ്ഷൻ നമ്മൾ ഒരു പ്രോസസ്സിലൂടെ അത് പുറത്തേക്ക് കളയുന്നതിനെയാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ആദ്യം നിങ്ങൾ ഓർക്കുക, കിഡ്നിയുടെ ഫങ്ഷൻ എന്താ? കിഡ്നി എന്താ ചെയ്യുന്നേ? നമ്മുടെ ബ്ലഡിൽ നിന്നുള്ള യൂറിയ, ലവണങ്ങള്, എക്സസ് വാട്ടർ എന്നിവയൊക്കെ റിമൂവ് ചെയ്യാണ് കിഡ്നി ചെയ്യുന്നത്. എന്നാൽ കിഡ്നിക്ക് എന്തെങ്കിലും ഡിസീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കിഡ്നിക്ക് നോർമൽ ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തില് എന്ത് ചെയ്യുന്നു? അപ്പൊ ഈ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വേസ്റ്റ് കിഡ്നിക്ക് നോർമൽ ഫങ്ഷൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തില് ശരീരത്തിൽ ഉണ്ടാകുന്ന വേസ്റ്റ് പുറത്തേക്ക് കളയുന്ന ഒരു പ്രോസസ്സിലൂടെ പുറത്തേക്ക് കളയുന്നതിനെയാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഡയാലിസിസ് എന്താണെന്നൊരു ഐഡിയ കിട്ടിയോ? ഓക്കെ, അപ്പൊ നിങ്ങൾ ആ ഹെഡിങ് ഒന്ന് എഴുതി വെച്ചേ. ചാപ്റ്റർ 25 ഡയാലിസിസ്. ഡയാലിസിസ് സർവീസ്. Dialysis service, CRVICES. Dialysis service. Dialysis service. Okay, ഒരു സെന്റൻസ് എഴുതിക്കോ. Dialysis is a treatment. Dialysis is a treatment. Dialysis is a treatment that filters, FILTERS, filters and purifies, PURIFIES, purifies the blood, purifies the blood using a machine. Dialysis is a treatment that filters and purifies the blood using a machine. മെഷീനത്തോടെ തന്നെ ആവണമെന്നില്ല കേട്ടോ. ഒരു ടൈപ്പ് ഓഫ് ഡയാലിസിസിലാണ് നമ്മൾ ഈ മെഷീൻ ഉപയോഗിച്ചത്. മെഷീൻ ഉപയോഗിക്കാത്ത ഡയാലിസിസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. ഈ സെന്റൻസ് നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചതായിരുന്നു ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ. അതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ തന്നേക്കുന്നത്. ഡെഫിനിഷൻ താഴെ ഇവിടെ ഇൻട്രൊഡക്ഷനിൽ വരുന്നുണ്ട്. ഓക്കെ, ഡയാലിസിസ് ഈസ് എ ട്രീറ്റ്മെന്റ്. ഇവിടെ എക്സാമിന് എങ്ങനെയാ ചോദിച്ചത്? ഡാഷ് ഈസ് എ ട്രീറ്റ്മെന്റ് ദാറ്റ് ഫിൽറ്റേഴ്സ് ആൻഡ് പ്യൂരിഫൈ ദ ബ്ലഡ് യൂസിങ് എ മെഷീൻ. അതായിരുന്നു നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചത്. എക്സാം പ്രീവിയസ് ഇയർ ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് ഈസ് എ ട്രീറ്റ്മെന്റ്. നമ്മൾ എഴുതുന്നത് ഡയാലിസിസ് ഈസ് എ ട്രീറ്റ്മെന്റ് ദാറ്റ് ഫിൽറ്റേഴ്സ്, FILTERS, filters and purifies the blood using a machine. Filters and purifies the blood using a machine. Clear ആയോ? ഓക്കെ അല്ലേ?
എന്താ ഡയാലിസിസ് എന്ന് പറഞ്ഞ് അപ്പൊ നമുക്കറിയാം കിഡ്നിയുടെ ഫംഗ്ഷൻ, കിഡ്നി എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു, പൊസിഷൻ പഠിച്ചോ, ഷേപ്പ് അതെല്ലാം നമ്മൾ നോക്കി, എവിടെ ലൊക്കേഷൻ മനസ്സിലാക്കി. ഇനി കിഡ്നിയുടെ ഫംഗ്ഷൻ എന്താ? ബ്ലഡിൽ നിന്ന് യൂറിയ, ലവണങ്ങൾ, അധികമുള്ള ജലം എന്നിവയൊക്കെ ഈ റിമൂവ് ചെയ്യുന്നത് കിഡ്നിയാണ്. അപ്പൊ എന്തെങ്കിലും കിഡ്നിക്ക് എന്തെങ്കിലും ഡിസീസ് സംഭവിച്ചു കഴിഞ്ഞാൽ, കിഡ്നി ഫെയിലിയർ ആയി കഴിഞ്ഞാൽ കിഡ്നിക്ക് നോർമൽ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ കിഡ്നി നോർമൽ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ആൾക്ക് ജീവൻ നിലനിർത്താൻ പറ്റുമോ? ഇല്ല. അപ്പോ എന്താ പറയാ, കിഡ്നിക്ക് നോർമൽ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഒരു പ്രോസസ്സിലൂടെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വേസ്റ്റ് റിമൂവ് ചെയ്യുന്നതിനെയാണ്, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡയാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, കിഡ്നിക്ക് നോർമൽ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ കിഡ്നി ചെയ്യുന്ന അതേ പ്രവർത്തനം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പ്രോസസ്സിലൂടെ നമ്മൾ വേസ്റ്റുകളെയൊക്കെ പുറത്തേക്ക് കളയുന്നതിനെയാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. നമുക്ക് ഇൻട്രൊഡക്ഷൻ ആണ് നോക്കാം കേട്ടോ. ഇൻട്രൊഡക്ഷൻ. The kidneys are the organs that purify the blood by removing waste and excess fluid from your body. So kidney എന്ന് പറഞ്ഞാൽ എന്താ? Kidneys are the organ that purify the blood. Blood purify ചെയ്യുന്ന ഓർഗൻ ആണ് കിഡ്നി. എങ്ങനെയാ? ബൈ റിമൂവിങ്, ബ്ലഡിൽ നിന്ന് ബൈ റിമൂവിങ് വേസ്റ്റ് ആൻഡ് എക്സസ് ഫ്ലൂയിഡ് ഫ്രം യുവർ ബോഡി. നമ്മുടെ ബോഡിയിലുള്ള വേസ്റ്റുകള് എന്താ പറഞ്ഞ, ബ്ലഡിൽ നിന്നുള്ള യൂറിയ, ലവണങ്ങള്, എക്സസ് വാട്ടർ എന്നിവയൊക്കെ റിമൂവ് ചെയ്യുന്ന ഓർഗൻ ആണ്, നമ്മളെ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്ന ഒരു ഓർഗൻ ആണ് കിഡ്നി എന്ന് പറയുന്നത്. ഇനി ഈ വേസ്റ്റ് എന്ത് ചെയ്യുന്നു? ബ്ലഡിൽ നിന്ന് വേസ്റ്റ് ഫിൽറ്റർ ചെയ്യുന്നു പറഞ്ഞു. ആ വേസ്റ്റ് എങ്ങോട്ട് അയക്കുന്നു? ദിസ് വേസ്റ്റ് ഈസ് സെൻഡ് ടു ബ്ലാഡർ, യൂറിനറി ബ്ലാഡറിലേക്ക്, മൂത്രസഞ്ചിയിലേക്ക് ഈ വേസ്റ്റ് അയക്കുകയാണ്. ഫോർ എലിമിനേഷൻ വെൻ യു യൂറിനേറ്റ്. നമ്മൾ യൂറിനേറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ മൂത്രം ഒഴിക്കുമ്പോൾ വേസ്റ്റ് ആ യൂറിനിലൂടെ യൂറിനായിട്ട് പുറത്തേക്ക് പോകും അല്ലെ. ബ്ലഡിൽ നിന്നുള്ള വേസ്റ്റ് റിമൂവ് ചെയ്തിട്ട് യൂറിനറി ബ്ലാഡറിലേക്ക്, മൂത്രസഞ്ചിയിലേക്ക് ആ വേസ്റ്റ് അയക്കും. അപ്പൊ നമ്മൾ യൂറിനേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ആ വേസ്റ്റ് പുറത്തേക്ക് പോവുക ചെയ്യുന്നത്. Dialysis is a kind of treatment that removes extra fluids and waste products from blood when the kidneys are not able to do. Underline ചെയ്തിട്ടോ sentence. Dialysis is a kind of treatment that remove extra fluid and waste product from blood. ബ്ലഡിൽ നിന്നുള്ള എക്സ്ട്രാ ഫ്ലൂയിഡ്, വേസ്റ്റുകൾ ഒക്കെ റിമൂവ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. അതെപ്പോഴാ? when the kidneys are not able to do. കിഡ്നിക്ക് എന്തെങ്കിലും ഡിസീസ് വന്ന് കിഡ്നിയുടെ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ബ്ലഡിൽ നിന്നുള്ള വേസ്റ്റുകളൊക്കെ റിമൂവ് ചെയ്യുന്ന ആ ഒരു ട്രീറ്റ്മെന്റിനെയാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. Dialysis was first used effectively in 1940s. 1940കളിൽ ഈ ഡയാലിസിസ് നമ്മൾ യൂസ് ചെയ്തു ഫലപ്രദമായിട്ട്. എഫക്റ്റീവ്ലി നമ്മൾ ഫലപ്രദമായിട്ട് യൂസ് ചെയ്തത് 1940s ആൻഡ് ബിക്കം എ സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് ഓഫ് കിഡ്നി ഫെയിലിയർ സ്റ്റാർട്ടിംഗ് ഇൻ 1970. ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്, കിഡ്നി ഫെയിലിയറിനുള്ള ഒരു സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് 1970, 1970കളിലാണ്. സ്റ്റാർട്ടിംഗ് ഇൻ 1970, 1970കളിലാണ്. Following this, millions of patients have been benefited by this treatment. അതിനുശേഷം നമ്മൾ മില്യൺസ് ഓഫ് പീപ്പിൾ, മില്യൺസ് ആളുകൾക്ക് ഇതാണ് ഈ ഡയാലിസിസ് എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് ബെനിഫിഷ്യൽ ആയി. ഓക്കെ, following these millions of patients have been benefited by this treatment. ഈ ട്രീറ്റ്മെന്റ് കൊണ്ട് ധാരാളം ആളുകൾക്ക് പ്രയോജനമായി. ഇനി നോക്കിയേ നെക്സ്റ്റ് സെന്റൻസ്, പാരഗ്രാഫ് നോക്കിയേ. ഡയാലിസിസ് ക്യാൻ ബി ഡൺ ഇൻ ഹോം, ഇൻ എ ഹോസ്പിറ്റൽ, ഡയാലിസിസ് സെന്റർ ഓർ ഹോം. ഡയാലിസിസ് നമുക്ക് ഹോസ്പിറ്റലിൽ ചെയ്യാം, ഡയാലിസിസ് സെന്ററിൽ ചെയ്യാം, അല്ലെങ്കിൽ വീടുകളിലാണെങ്കിലും ചെയ്യാം. ആരെങ്കിലും റിലേറ്റീവ്സ് ഒക്കെ വീടുകളിൽ ഡയാലിസിസ് ചെയ്യുന്നവരുണ്ടാവും. വീടുകളിൽ ഡയാലിസിസ് സ്വന്തമായിട്ട് ചെയ്യുന്നവര് ഉണ്ടോ? നിങ്ങൾക്ക് അറിയോ? നിങ്ങളുടെ പരിചയത്തിലോ നിങ്ങളുടെ റിലേറ്റീവ്സ് ഒക്കെ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അപ്പോ നമുക്ക് ഇവിടെ പറഞ്ഞേക്കുന്ന ഡയാലിസിസ് ഒന്നില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി ചെയ്യാം. ആഴ്ചയിൽ ഇപ്പൊ അത് ഡോക്ടർ പറയും എത്ര പ്രാവശ്യം ചെയ്യണം, ഹോസ്പിറ്റലിൽ പോയി ചെയ്യാം. അല്ലെങ്കിൽ ഡയാലിസിസ് സെന്ററുകളിൽ, ഡയാലിസിസ് ചെയ്യുന്ന സെന്ററുകൾ ഉണ്ടല്ലോ, അവിടെ പോയി ചെയ്യാം. അല്ലെങ്കിൽ വീടുകളിലാണെങ്കിലും ഡയാലിസിസ് ചെയ്യാം. The doctor will determine
വിച്ച് ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആർ ദ ബെസ്റ്റ് പ്ലേസ്. ഡോക്ടറാണ് തീരുമാനിക്കുന്നത് ഏത് തരത്തിലുള്ള ഡയാലിസിസ് വേണം, അതിന്റെ ബെസ്റ്റ് പ്ലേസ് ഏതാണ് എന്ന്. എന്തിന് ബേസ് ചെയ്താ നോക്കിയേ, ബേസ്ഡ് ഓൺ മെഡിക്കൽ കണ്ടീഷൻ. ആ പേഷ്യന്റിന്റെ ആരോഗ്യസ്ഥിതി, മെഡിക്കൽ കണ്ടീഷനെ വെച്ചിട്ട് ഡോക്ടറാണ് തീരുമാനിക്കുന്നത്. വീട് ഹോസ്പിറ്റലിൽ വന്ന് ഡയാലിസിസ് ചെയ്യണോ അല്ലെങ്കിൽ വീടുകളിലൊക്കെ ഡയാലിസിസ് ചെയ്യണോ എന്നുള്ളത് ഡോക്ടറാണ് തീരുമാനിക്കുന്നത്. അപ്പൊ ഏതാണ് അവർക്കുടെ ആ പേഷ്യന്റിന് ഏതാണ് ഡയാലിസിസ് ചെയ്യാനുള്ള ബെസ്റ്റ് പ്ലേസ് എന്നുള്ളത് അവർക്കുടെ മെഡിക്കൽ കണ്ടീഷൻ നോക്കിയിട്ട് ഡോക്ടർ ആയിരിക്കും തീരുമാനിക്കുന്നത്. The length of the dialysis treatment relay body size, the amount of waste in the body and the present state of health. അപ്പൊ ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ ലെങ്ത് വ്യത്യാസപ്പെട്ടിരിക്കും. അവരുടെ ബോഡി സൈസ് അനുസരിച്ച് നമ്മുടെ വേസ്റ്റ്, എമൗണ്ട് ഓഫ് വേസ്റ്റ് ബോഡിയിൽ ഉണ്ടാകുന്ന വേസ്റ്റ് ഒക്കെ അനുസരിച്ച്, അതുപോലെ പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത്, നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതിയൊക്കെ അനുസരിച്ച് ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ ലെങ്ത് വ്യത്യാസപ്പെടും. ഇപ്പൊ ഒത്തിരി വേസ്റ്റുകൾ ഉണ്ടാകുന്ന പേഷ്യന്റിനാണെങ്കിൽ 4 പ്രാവശ്യമൊക്കെ ചെയ്യേണ്ടി വരും. ദിവസത്തിൽ 4 പ്രാവശ്യം വരെ ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ വേസ്റ്റുകൾ കുറവാണെങ്കിൽ അതിന്റെ കുറവ് മതി, 2-3 പ്രാവശ്യമൊക്കെ ഡയാലിസിസ് ചെയ്താൽ മതിയോ. ചിലർ ആഴ്ചയിൽ 2 വട്ടം ചെയ്യുന്നവരുണ്ട്. അല്ലെങ്കിൽ അതൊക്കെ ഡോക്ടറാണ് ആ ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ കണ്ടീഷനും ഒക്കെ നോക്കിയിട്ട്, പിന്നെ അതുപോലെ എത്രത്തോളം വേസ്റ്റുകൾ നമ്മുടെ ബോഡിയിൽ, പേഷ്യന്റ് ബോഡിയിൽ ഉണ്ടാവും. വേസ്റ്റ് റിമൂവ് ചെയ്യല്ലേ ചെയ്യുന്നത്. അപ്പൊ കുറെ വേസ്റ്റ് ഉണ്ടാവുന്നെങ്കിൽ അതനുസരിച്ച് ഡയാലിസിസ് കൂടുതൽ എണ്ണം വേണം, കൂടുതൽ പ്രാവശ്യം ഡയാലിസിസ് ചെയ്യേണ്ടി വരും. വേസ്റ്റ് കുറവാണെങ്കിൽ ഡയാലിസിസിന്റെ അത് സൈക്കിൾ കുറച്ച് മതി, കുറച്ചിപ്പോ 2 പ്രാവശ്യമൊക്കെ ചെയ്താൽ മതിയാവും. അപ്പൊ ഇതെല്ലാം എന്താണ്, ആ ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ ലെങ്ത്, നമ്മുടെ ബോഡി സൈസ് വെച്ചിട്ട്, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വേസ്റ്റ്, അതുപോലെ തന്നെ നമ്മുടെ പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത്, നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതിയൊക്കെ വെച്ചിട്ട് ഡോക്ടറാണ് ഏത് തരത്തിലുള്ള ഡയാലിസിസ് വേണം, അവർക്ക് ഏത് പ്ലേസ് ആണ് ബെസ്റ്റ് പ്ലേസ് എന്നുള്ളതൊക്കെ ഡോക്ടറാണ് തീരുമാനിക്കുന്നത്. ഇനി ഇതും കൂടി ഒന്ന് നോക്കാം. യൂസസ്. ഡയാലിസിസ് 2 സിറ്റുവേഷനിൽ ഫലപ്രദമാണ്, പ്രയോജനപ്രദമാണ്, ഉപയോഗിക്കുന്നുണ്ട്. ഡയാലിസിസ് ഈസ് ബെനിഫിഷ്യൽ ഫോർ 2 ഡിഫറെന്റ് സിറ്റുവേഷൻസ്. ഡയാലിസിസ് 2 സിറ്റുവേഷൻസിൽ ഡയാലിസിസ് പ്രയോജനപ്രദമാണ്. ഒന്നാമത് നോക്കി, dialysis may be used for patients who have recently lost kidney function. ഈ റീസെന്റ് ആയിട്ട്, ഈ അടുത്തിടെ കിഡ്നിയുടെ പ്രവർത്തനം നഷ്ടപ്പെട്ടവർക്ക് ഡയാലിസിസ് പ്രയോജനപ്രദമാണ്. മനസ്സിലായോ? പേഷ്യന്റ് യൂസ്ഡ് ഫോർ പേഷ്യന്റ് who have recently lost kidney function. ഈ അടുത്തിടെ കിഡ്നിയുടെ പ്രവർത്തനം നഷ്ടപ്പെടുന്നവർക്ക് ഡയാലിസിസ് ഫലപ്രദമാണ്. അതിനെയാണ് അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. അതാണ് അക്യൂട്ട് റീനൽ ഫെയിലിയർ. Dialysis may be used for patients who have recently lost kidney function. അതിന് എന്താ പറയുന്നത്? അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയും. ഇനി നമ്മൾ നോക്കിയേ, എന്റെ റിലേറ്റീവ് ആയിട്ടോ, ഓക്കെ, ഒരാഴ്ചയിൽ 3 എണ്ണം ചെയ്യുന്ന ഒരു പേഷ്യന്റ് ഇവിടെ ഉണ്ട്, ഇട്ടിട്ടുണ്ട്, 2-3 പ്രാവശ്യം ചെയ്ത പേഷ്യന്റ് ഉണ്ട് എന്ന് പറയും. അതൊക്കെ ഡോക്ടറാണ് തീരുമാനിക്കുന്നത് ഏത് തരത്തിൽ വേണം, എത്ര പ്രാവശ്യം ഡയാലിസിസ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഡോക്ടറാണ് തീരുമാനിക്കുന്നത്. അപ്പൊ ഡയാലിസിസ് 2 സിറ്റുവേഷനിലുള്ള ആളുകൾക്ക് പ്രയോജനപ്രദമാണെന്ന് പറഞ്ഞു. ഒന്നാമത്തെ, റീസെന്റ് ആയിട്ട്, ഈ അടുത്തിടെ, ഇപ്പൊ 1-2 ദിവസം കൊണ്ടോ ഒരാഴ്ചക്കുള്ളിലൊക്കെ കിഡ്നിയുടെ പ്രവർത്തനം നഷ്ടപ്പെടുന്നവര്, റീസെന്റ് ആയിട്ട് കിഡ്നിയുടെ പ്രവർത്തനം നഷ്ടപ്പെടുന്നവർക്ക് ഡയാലിസിസ് ബെനിഫിഷ്യൽ ആണ്. അതിനെയാണ് അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ നോക്കിയേ, യൂസ്ഡ് ഫോർ പേഷ്യന്റ് ഹു ഹാവ് പെർമനന്റ്ലി ലോസ്റ്റ് കിഡ്നി ഫംഗ്ഷൻ. സ്ഥിരമായിട്ട് കിഡ്നിയുടെ പ്രവർത്തനം നഷ്ടപ്പെടുന്നവർക്കും ഡയാലിസിസ് പ്രയോജനപ്രദമാണ്. സ്ഥിരമായിട്ട് കിഡ്നിയുടെ പ്രവർത്തനം നഷ്ടപ്പെടുന്നത്, ഇതെന്ന് പറഞ്ഞാൽ എന്താ, ഇറിവേഴ്സിബിൾ ആണ്. അപ്പൊ ഇത് കുറച്ചു നാൾ ഡയാലിസിസ്, ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും പാമ്പ് കടിയേറ്റു, നമ്മുടെ ശരീരത്തിലേക്ക് വിഷം വന്നു, അപ്പൊ നമുക്ക് ഡയാലിസിസ് ഒക്കെ അങ്ങനെ ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ, പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് കിഡ്നിയുടെ പ്രവർത്തനം നഷ്ടപ്പെടുകയാണ്, അപ്പൊ നമുക്ക് അതിനെയാണ് അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറഞ്ഞത്. അത് ചിലപ്പോൾ നമ്മൾ 1-2 ദിവസം ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നി നോർമൽ ആകും. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നോർമൽ, പിന്നെ കിഡ്നിയുടെ ഫംഗ്ഷൻ കിഡ്നി ചെയ്തോളും. അതെന്ന് പറയുന്നത് റിവേഴ്സിബിൾ ആണ്. 1-2 ദിവസം ഡയാലിസിസ് ചെയ്താൽ ഡയാലിസിസ് സ്റ്റോപ്പ് ചെയ്യാം, പിന്നെ ഡയാലിസിസ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാ നമുക്ക് എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഹു ഹാവ് പെർമനന്റ്ലി ലോസ്റ്റ് ദ കിഡ്നി ഫംഗ്ഷൻ. സ്ഥിരമായിട്ട് കിഡ്നിയുടെ ഫംഗ്ഷൻ നഷ്ടപ്പെടും. അപ്പൊ കുറച്ചു ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചയോ 1 മാസമോ 1 വർഷമോ ഒക്കെ ഡയാലിസിസ് ചെയ്ത് നിർത്താൻ പറ്റില്ല.
പെർമനന്റ് ആയിട്ട് കിഡ്നിയുടെ പ്രവർത്തനം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അപ്പൊ അവരെന്ത് ചെയ്യണം? അതിനെയാണ് നമ്മൾ ക്രോണിക് ഓർ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. അപ്പൊ അവര് ജീവിത അവസാനം വരെ ഡയാലിസിസ് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഒരു ഓപ്ഷൻ, വേറൊരു ഓപ്ഷൻ പറഞ്ഞത് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ അങ്ങനെ രണ്ട് സിറ്റുവേഷനിലുള്ളവർക്കാണ് ഈ ഡയാലിസിസ് യൂസ്ഫുൾ ആകുന്നത്. സ്ഥിരമായിട്ട് കിഡ്നിയുടെ പ്രവർത്തനം നഷ്ടപ്പെട്ടവർക്ക് ഡയാലിസിസ് ബെനിഫിഷ്യൽ ആണ്. അതുപോലെ തന്നെ പേഷ്യന്റ് റീസെന്റ് ആയിട്ട് കിഡ്നിയുടെ പ്രവർത്തനം നഷ്ടപ്പെട്ടവർക്കും ഡയാലിസിസ് ബെനിഫിഷ്യൽ ആണ്. ഓക്കെ, ജസ്റ്റ് നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പൊ എന്താ പറയണേ, അപ്പൊ ഇതൊന്ന് വായിച്ചു നോക്കൂ കേട്ടോ. ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിച്ചു നോക്കുക. യൂസസും കുറച്ച് കാര്യം ഒന്ന് സ്റ്റാർട്ട് ചെയ്തോന്നുള്ളൂ. ഡയാലിസിസ് എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മള് പിന്നെ രണ്ട് സിറ്റുവേഷനിലുള്ളവർക്കാണ് ഡയാലിസിസ് യൂസ്ഫുൾ ആവണേന്ന് പറഞ്ഞു. ഇത്രയും ഒന്ന് വായിച്ചു നോക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒന്ന് പറയാം. ഓക്കെ, ഇനി ഇതിൽ കൂടുതൽ ഇരുന്ന് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നിങ്ങളാണെങ്കിൽ പറയൂലേ മിസ് ഫുള്ള് ക്ലാസ് എടുത്തുന്ന്, അതുകൊണ്ട് 12:15 ഓക്കെ, എന്നാ ക്ലാസ് എന്നാ വൈകിട്ട് ചെയ്തോട്ടെ. ഓക്കെ, അടുത്ത ക്ലാസ്സിലേക്ക് ഇതൊന്ന് വായിച്ചു വെക്കുക കേട്ടോ. ഇൻട്രൊഡക്ഷൻ ഡയാലിസിസ് എന്താണെന്ന് ഇയർ പഠിക്കണമെന്നോ അതൊന്നും വേണ്ട. ഓക്കെ, അപ്പൊ ഡയാലിസിസ് എന്താണെന്ന് മനസ്സിലാക്കുക. പിന്നെ അതുപോലെ യൂസസും ആണ് അതിനകത്ത് വരുന്നത്. ഇൻട്രൊഡക്ഷനും ആ യൂസസും കുറച്ചല്ലേ നമ്മൾ നോക്കിയോളൂ. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തുള്ളൂ. അപ്പൊ അത് ഇത്രയും ഒന്ന് നോക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഒന്നുകൂടി ഒന്ന് പറയാം. ഓക്കെ, ബൈ. ക്ലാസ് വൈകിട്ട് ചെയ്യാണ് കേട്ടോ. ഓക്കെ.